അവിടെ ഇരുന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന ജോലിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല. കാരണം ഈ കണക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ കണക്ക് കൂട്ടുന്ന പണിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെയാണല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന, എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇതായിരുന്നു മോട്ടിവേഷൻ സ്പീച്ച്. അതെന്നെ വളരെ എക്സൈറ്റിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഓക്കെ. ആരെങ്കിലും രക്ഷപ്പെട്ടു എന്നുണ്ട്, അത് ഭയങ്കര സന്തോഷം. പെട്ടെന്ന് ഈ പാൻറ്റ് വന്നതൊക്കെ സൈസ് മാറിപ്പോയി. അതായത് നമ്മൾ ഒന്ന് രണ്ടെണ്ണം മാത്രമേ ട്രൈ ചെയ്തുള്ളൂ, ബണ്ടിലാക്കി വിടുകയും ചെയ്തു. 10,000-70,000 50,000 ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഗോൾഡൊക്കെ വെച്ചിട്ടാണ് ഇത് കൊണ്ടുപോയിക്കുന്നത്. അപ്പോൾ ഇതിവിടെ എത്തിയതിന് സൈസ് മാറിപ്പോയി. അതാപ്പെട്ടു. ഇത്രയും നേരം നല്ല ബിസിനസ് ഗ്രോ ചെയ്ത് പോയത് നേരെ താഴേക്ക്. ഞാൻ ഫെയിലായി പോയ ഒരുപാട് പാഠങ്ങൾ എനിക്ക് ഈ ജേർണിയിലുണ്ട്. ഒരു എംപ്ലോയി മാനേജ്മെൻ്റ് ഇല്ല, ഒരു കൃത്യമായ ഫൈനാൻഷ്യൽ പ്ലാൻ ഇല്ല, ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് തോന്നി നമ്മൾ ഒന്ന് ഡൗൺ ആകുമ്പോൾ ഇവരും ഡൗൺ ആകുമെന്ന് തോന്നൽ വന്നു. പക്ഷേ 3ാമത്തെ വർഷം നമ്മൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഞാൻ സന്തോഷത്തോടെ പറയാം, ഞാനില്ലെങ്കിലും എൻ്റെ ബിസിനസ് നടക്കും. നമ്മുടെ പുതിയ തലമുറയെക്കുറിച്ച് ആശങ്കകൾ ചിലർക്കെങ്കിലും ഉണ്ട്. ലക്ഷ്യബോധമില്ല, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നില്ല. നമ്മളിവരെ ചെല്ലപ്പേരിട്ട് വിളിക്കുന്നത് ജെൻസി എന്നാണ്. ഈ ജെൻസി ഇന്ന് നമ്മുടെ സ്ഥാപനങ്ങളിലുണ്ട്. ഈ ജെൻസികളിൽ ഒട്ടുമിക്ക ആൾക്കാരും സംരംഭക മോഹികളുമാണ്. ഇത്തരം ഒരു ജെൻസി വളരെ ചെറുപ്രായത്തിൽ തുടങ്ങിയ ഒരു സംരംഭം, അത് വളർച്ചയുടെ പാതയിലാണ്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ളൊരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഓരോ തലമുറയുമായി ഈ ഹോട്ട് സീറ്റിലിരിക്കുമ്പോൾ അവരുടെ ചിന്തകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആവേശം കാണിക്കാറുമുണ്ട്. എനിക്ക് ഒരു ജെൻസിയെ മുന്നിൽ കിട്ടിയപ്പോൾ തീർച്ചയായും ഇൻ്റർവ്യൂ നമ്മളെയൊക്കെ ഒന്ന് ചിന്തിപ്പിക്കുന്ന ഉറപ്പാണ്. ഈ ജെൻസി എങ്ങോട്ടാണ് ചിന്തിക്കുന്നതെന്നറിയാൻ ഈ ഇൻ്റർവ്യൂ മുഴുവനായി കാണുക. എന്നോടൊപ്പം ഈ സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത് എൻ്റെ ഒരു യുവ സുഹൃത്തായ മജിദാണ്. മാജിദ്, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. താങ്കൾ എൻ്റെ ഈഗിൾ കോച്ചിങ്ങിലാണ് ഞാൻ കണ്ടുമുട്ടുന്നത്. വളരെ ചെറുപ്രായം, 26 വയസ്സ്, കറക്റ്റ് അല്ലേ? അതെ. 26 വയസ്സിൽ താങ്കളൊരു സംരംഭം ഒരു ലെവലിൽ എത്തിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂ എനിക്ക് സ്പെഷ്യലാണ്. നിങ്ങളെ യുവതലമുറ എങ്ങോട്ടാണ് ചിന്തിക്കുന്നതെന്നറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട്. താങ്കളുടെ നാട് എവിടെയാണ്? എൻ്റെ നാട് കരിങ്ങല്ലത്താണിയാണ്. അതെവിടെയാണ്? നമ്മുടെ ഒരു ബോർഡറാണ്, മലപ്പുറം പാലക്കാട് ബോർഡറാണ് ഇവിടെ എന്ന സ്ഥലം. അതിൽ മാണിക്കപ്പറമ്പ് തള്ളച്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. പെരിന്തൽമണ്ണയാണ്? അപ്പോൾ അത് പെരിന്തൽമണ്ണ കുറച്ച് പോയാൽ മതി, ഒരു 14-15 കിലോമീറ്റർ. പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചൊക്കെ അവിടെ തന്നെ ആയിരുന്നു. 7 വരെ UP സ്കൂളിലായിരുന്നു, മാണിക്കപ്പറമ്പ് സ്കൂളിലായിരുന്നു. പിന്നെ താഴേക്കോട് സ്കൂള്, പിന്നെ തരകൻ ഹൈസ്കൂള്, പിന്നെ അങ്ങനെ കോളേജ്, കോപ്പറേറ്റീവ് കോളേജ് മണ്ണാർക്കാടിലായിരുന്നു. പിന്നെ ഡിഗ്രി ഒക്കെ പൂർത്തിയാക്കിയത്. ഡിഗ്രി എന്താ പഠിച്ചത്? ഞാൻ BCom പഠിച്ചത്. BCom ആണ് പഠിച്ചത്. അപ്പോൾ ഫാദർ ആരെങ്കിലും ബിസിനസ്സിൽ എന്തെങ്കിലും ആണോ? നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ ഒരു ബിസിനസ്സിൽ ഇറങ്ങിയ ആളുകളില്ല. ജോലിക്കാരായിരുന്നു. വാപ്പ സൗദിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. ഒരുപാട് വർഷം, ഒരു 10-22 വർഷത്തോളം വാപ്പ സൗദിയിലായിരുന്നു. ടൈലറാണ് ആൾ. അമ്മ ഹൗസ് വൈഫാണ്. അപ്പോൾ 22 വർഷം കഴിഞ്ഞിട്ട് വാപ്പ നാട്ടിൽ വന്നപ്പോൾ നാട്ടിൽ സെറ്റിൽഡാണ്. അപ്പോൾ എപ്പോഴാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്? അത് എക്സാക്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കുന്ന അതേ ദിവസം അദ്ദേഹം തിരിച്ചു വരികയാണ്. അന്ന് എക്സിറ്റ് അടിച്ച് എൻ്റെ വാപ്പ നാട്ടിലേക്ക് വരിക. ഓ, അത് ശരി. അപ്പോൾ അതുവരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ജീവിതം ഉണ്ടായിരുന്നു? അതുവരെ ഞാൻ ശരിക്കും പറഞ്ഞൊരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല. നമ്മളങ്ങനെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞില്ല. ഉപ്പ അങ്ങനെ അറിയിച്ചിട്ടുമില്ല. എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ഉപ്പ. അപ്പോൾ അദ്ദേഹം എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. അതുവരെ നമുക്ക് എന്ത് കാര്യം ചെയ്തു തന്നിരുന്നു. പക്ഷെ താങ്കളെ തൊഴിൽ, അതായത് ഈ പഠനത്തിനോടൊപ്പം തന്നെ പോക്കറ്റ് മണിക്കായിട്ട് പല പണിയും ചെയ്തിട്ടുണ്ട്. അതെ. എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഞാൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ന്യൂസ് പേപ്പർ പോയിരുന്നു രാവിലെ. എൻ്റെ കസിനായിരുന്നു ഒരു ന്യൂസ് പേപ്പർ ഏജൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ രാവിലെ പേപ്പർ ഇടാൻ പോകും, പിന്നെ പഠിക്കാൻ പോകും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യും. ഒരു സിൽക്സിൽ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പല ജോലികളും, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടേക്കെങ്കിലും പോയി നമ്മൾ ജ്യൂസ് മേക്കറായി ജോലി ചെയ്യും. അങ്ങനെ കുറച്ചധികം ജോലി. അതിനിടയ്ക്ക് നമ്മൾ രസകരമായിട്ട് നമ്മളൊരു ആർമി ട്രെയിനിങ് കൂടി നടത്തി. സ്പോർട്സിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഫുട്ബോൾ കളിക്കാൻ അന്നത്തെ സമയം കാര്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഫുട്ബോൾ കളിക്കാനായിരുന്നു. ആ ഫുട്ബോൾ കളിക്കുക, അതായിരുന്നു ലൈഫ് നമ്മളെ. അങ്ങനെ ഡിഗ്രി തുടങ്ങുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഒരു മിലിറ്ററി, ഒരു പട്ടാളക്കാരനാകാമെന്നുള്ളത്. എൻ്റെ നാട്ടിലൊരു സുഹൃത്ത് പട്ടാളക്കാരനായി. അപ്പോൾ നാട്ടിൽ തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ടാകുമ്പോൾ പട്ടാളക്കാരനാവാം. അങ്ങനെ ഞാൻ പോയി, ഫിസിക്കൽ പാസ്സായി, മെഡിക്കലും പാസ്സായി, റിട്ടൺ എക്സാമിൽ തോറ്റുപോയി. ഓക്കെ. അപ്പോൾ ഈ BComൽ എങ്ങനെ എത്തിപ്പെട്ടു?
അത് ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ മാത്രം കഥയല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും പൊതുവെ ഒരു 60% ആളുകളുടെ കഥ ഏതായിരിക്കും. നമ്മുടെ നാട്ടിലത്തെ ആളുകൾ ഒരു നദി പോലെ ആ നദിൻ്റെ ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞിട്ട് ഒരു നല്ല മാർക്ക് കിട്ടിയ കുട്ടി ഒരു 90% മുകളിലായി കഴിഞ്ഞാൽ ആ കുട്ടി ഓട്ടോമാറ്റിക്കലി എന്തെടുക്കും? സയൻസ് എടുക്കും. ആവറേജ് ആണ് ഈ കൊമേഴ്സ്. ഇത് നമ്മൾ ആരുടെ ഉപദേശം വെച്ചാൽ അവർ തന്നെ പറയാം ഇനി ഒരു കൊമേഴ്സ് എടുത്താൽ മതി, ഇനി ഒന്നും കൂടി താഴെയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് മതി. ശരിക്കും ആരും ലക്ഷ്യമില്ലല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞൊന്നും എനിക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു 75%, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കൊമേഴ്സ് എടുത്തു. അങ്ങനെ കൊമേഴ്സ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ ശരിക്കും ചിന്തിക്കണം, എനിക്ക് കണക്കിഷ്ടമല്ല. ഇതിൽ കാര്യം എന്താ വെച്ചാൽ എനിക്ക് കണക്കിഷ്ടമില്ലാത്ത ഒരാളാണ്. ഈ കണക്കിഷ്ടമില്ലാത്ത ഒരാളാണ് ഈ കൊമേഴ്സ് എടുക്കുന്നത്. അപ്പം നമ്മളെ നാട്ടുകാർ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊമേഴ്സ് എടുക്കുന്നത്. അങ്ങനെ കൊമേഴ്സ് എടുത്ത് പഠിച്ചു. അവിടെ പോയപ്പോഴും തന്നെ കാരണം കണക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടാണ് കൊമേഴ്സ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞത് കേൾക്കാനും പോലും നമുക്ക് താല്പര്യമില്ല. പക്ഷെ അവിടെ പോയപ്പോഴും കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിച്ചു. അവിടെയും ഒരു 73% മാർക്കോടെ +2 പാസ്സായി. +2 പാസ്സായി നിൽക്കുന്ന സമയത്താണ് ഇനി അടുത്തെന്ത്, അപ്പോൾ ഉപദേശം ചോദിക്കണമല്ലോ. അതെ, ഉപ്പാനോടാണ് ആ സമയത്തൊക്കെ ചോദിക്കുക. അപ്പോൾ ഉപ്പ പറയും ഇന്ന ആളോട് ചോദിച്ചാൽ മതി എന്ന് പറയും. അപ്പം നമ്മൾ പോയി ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഉപദേശം തരും. എന്ത്, കൊമേഴ്സ് പഠിച്ചൊരു കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണ്, BCom ആണ്. അപ്പോഴും എനിക്ക് കണക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, എന്നാൽ പിന്നെ BCom എടുക്കാം. അങ്ങനെ BCom എടുത്തു. BComലും പോയി ഇതേപോലെ 3 വർഷം പോയി. അപ്പോഴും ഫുട്ബോൾ എന്ന് ഏറ്റവും പ്രധാനം. ഫുട്ബോൾ അതൊഴിവാക്കിയിട്ടൊരു പരിപാടി ഉണ്ടാകുന്നില്ല. ഞാൻ ചില ദിവസം രാവിലെ വൈകി ചെല്ലും. എൻ്റെ പ്രിൻസിപ്പാളൊക്കെ എന്നെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു. കാരണം ഞാൻ ഡെയിലി വൈകി ചെന്നിട്ട് എന്നെ നോട്ട് ചെയ്ത് വെക്കും. എൻ്റെ ക്ലാസ്സിൻ്റെയൊക്കെ അവസാനം ഇയാൾ എന്നോട് പറഞ്ഞു, ഈ കോലത്തിലാണെങ്കിൽ നാളെ പോലെ എന്ത് ചെയ്യണ്ട, ഇങ്ങോട്ട് വരണ്ട, വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്താണ് ഇപ്പോൾ ഈ ഒരു ഡിഗ്രി പഠനമൊക്കെ. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഒരു ആവറേജ് ലെവലിൽ എന്ത് ചെയ്തു, BCom പാസ്സായി അല്ലേ? അത് കഴിഞ്ഞിട്ട് BCom പാസ്സായ ദിവസമാണ് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഉപ്പ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഉപ്പ വരുന്നത് ശരിക്കും പറഞ്ഞ് ഞെട്ടിച്ചുകൊണ്ടാണ്, എക്സിറ്റ് അടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് പെട്ടെന്ന് ഇല്ലാതാവുന്ന പോലെ. പക്ഷേ എനിക്കൊരു ധൈര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എൻ്റെ പോക്കറ്റ് മണിക്ക് വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കസിൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹം സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അപ്പോൾ ഇവൻ ഓരോ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലത്ത് എന്നെയും കൊണ്ടുപോകും. അപ്പോൾ ഒരു ദിവസം എന്നെ ഒരു പേപ്പർ മാർട്ട്, നമ്മുടെ ഈ ഓഫീസ് സ്റ്റേഷനിൻ്റെ ഷോപ്പിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വെച്ചു. ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി ഒരു 10 ദിവസം എന്നെ അവിടെ ഇരുത്തി. അപ്പോൾ എന്നെ അവിടെ ഇരുത്തിയപ്പോൾ ഞാൻ സ്വാഭാവികം നോക്കുന്നുണ്ട്. പക്ഷേ കസ്റ്റമർ പെട്ടെന്ന് വരുമ്പോൾ ആളുകൾ തിരക്കാവുന്ന സമയത്ത് ഞാൻ ഇയാളെ ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും ആവശ്യം ഞാൻ എടുത്തു കൊടുക്കും. കാരണം ഞാനിത് സെയിൽസ് എനിക്ക് അറിയാവുന്നതാണ്. പിന്നെ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ അത് ഒരു അച്ചായനാണ്, നമുക്ക് ഭയങ്കര കംഫർട്ടബിളായി. അപ്പോൾ നമ്മളിത് എടുത്തു കൊടുക്കും. എടുത്തു കൊടുത്തപ്പോൾ അച്ചായനോട് പറഞ്ഞു കൂടെ പോരാമെന്ന് പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞ് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് എൻ്റെ ഈ എക്സാക്റ്റ് നമ്മൾ ഈ ഡിഗ്രി അവസാനിക്കുന്നത്. പിറ്റേ ദിവസം നേരെ അച്ചായൻ്റെ ഷോപ്പിലേക്ക്. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ ഒരു എന്താ പറയുക, നമ്മുടെ ജോലി യഥാർത്ഥത്തിൽ നമ്മൾ ജോലിക്ക് നിൽക്കുന്നത്. അപ്പോൾ ഉപ്പാക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ വന്ന ദിവസം തന്നെ എൻ്റെ മകൻ എന്ത് ചെയ്യാണ്, ജോലിക്ക് പോകാൻ തുടങ്ങി. ഒരു പുരുഷനായി അവൻ എന്ത് ചെയ്യണത്, അധ്വാനിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ പോയി, അങ്ങനെ ജോലിക്ക് പോയി. പക്ഷെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ മാസം ശമ്പളം കൊണ്ട് ഞാൻ EMI ഉണ്ട് ലാപ്ടോപ്പ് വാങ്ങി. അതിൽ തന്നെ കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ കുടുംബം നോക്കാനെന്നല്ല പോണത്. നമ്മൾ അപ്പോൾ വന്നു, ഇനി വേറൊന്നും ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മൾ പോവാണ്. അങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു 8-9 മാസം നമ്മൾ ഈ അച്ചായൻ്റെ കൂടെ വർക്ക് ചെയ്തു. ഭയങ്കര രസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ 9 മാസമായപ്പോഴാണ് എൻ്റെ ഒരു വേറെ കസിന്, ഒരു മൂത്താപ്പാൻ്റെ കുട്ടി, അവൻ നാട്ടിലേക്ക് വരികയാണ്. അപ്പം ഞാൻ നാട്ടിൽ എന്ത് ചെയ്യുന്നു, ഒരു സ്പെയർ പാർട്സിൻ്റെ ഷോപ്പ് തുടങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ വേണം. അതായത് അപ്പോൾ അവൻ്റെ അനിയനാണല്ലോ ഞാൻ. അപ്പോൾ നീ തന്നെ വന്നത് ധാരാളം, പിന്നെ നിനക്ക് അക്കൗണ്ട്സിൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം ഞാൻ ഓക്കെ അച്ചായനോട് പറഞ്ഞു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ തന്നു. ഫാമിലിയാണ്, ശ്രദ്ധിക്കണം, നമ്മൾ ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങൾ തന്നു. പക്ഷെ എന്തായിക്കോട്ടെ, പക്ഷേ എൻ്റെ ഏട്ടനാണ്, എനിക്ക് പോയേ പറ്റൂ. അങ്ങനെ അച്ചായനോട് ടാറ്റ പറഞ്ഞ് നേരെ ഈ ജ്യേഷ്ഠൻ്റെ ഷോപ്പിലേക്ക്. അവിടെ ഇരുന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന ജോലിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല. കാരണം ഈ കണക്കിഷ്ടമില്ലാത്ത ഒരാൾ കണക്ക് കൂട്ടുന്ന പണിയാണ് ചെയ്യുന്നത്, അക്കൗണ്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഈ ഒഴിവ് സമയങ്ങൾ, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നാൽ ഡീൽ ചെയ്യുന്ന സെയിൽസ്മാൻ ഉണ്ട്. പിന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞത് എൻട്രി ആണ്. അതിപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു ദിവസം വൈകുന്നേരത്താണ് ഇത് മുഴുവൻ എൻട്രി ഉണ്ടാകുക ഈ ഷോപ്പിലൊക്കെ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മൾക്ക് എപ്പോൾ ഉണ്ടാകുന്ന, എനിക്ക് എപ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതായിരുന്നു മോട്ടിവേഷൻ സ്പീച്ച്. അതെന്നെ വളരെ എക്സൈറ്റിക്കുന്ന ഒരു കാര്യമായിരുന്നു. ആരെങ്കിലും രക്ഷപ്പെട്ടു എന്നുണ്ടാകും, അത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞാൻ കഥ കേൾക്കാൻ തുടങ്ങി. ഞാനിരുന്ന് യൂട്യൂബ് ഇരുന്നു വായിക്കാൻ തുടങ്ങി, ഓരോന്ന് കേൾക്കാൻ തുടങ്ങി. അതിൽ കഥകൾ കേട്ട് നമ്മളെ ഫേവറേറ്റ് സ്റ്റാറുകളായിരുന്നു ജോൺ സിന, അതേപോലെ തന്നെ നമ്മുടെ റോവൻ ഓക്കിഡ്സൺ, ഹീത്ത് ലെഡ്ജർ, അങ്ങനെ ഒരുപാട് ആളുകളുടെ കഥകൾ.
ഇത് കേട്ട് 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 ഇതൊരു പതിവായി. പിന്നെ മോട്ടിവേഷനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് കേൾക്കണം. എന്നിട്ട് അങ്ങനെ കേട്ടപ്പോഴാണ് പിന്നീട് മനസ്സിലായത് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നതില്ല. അപ്പോൾ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്തെങ്കിലും എനിക്ക് ചെയ്യണം. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഒരു പട്ടാളക്കാരൻ സുഹൃത്തുണ്ടായിരുന്നു. അവൻ നാട്ടിലേക്ക് മടങ്ങി വന്നു. അവൻ അവിടെ നിന്ന് ശരിയാകാത്തവണ്ണം നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവ നാട്ടിൽ നിൽക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും തുടങ്ങിയാലോ. അങ്ങനെ ഞങ്ങൾ എറണാകുളം ഒരു വിഷയത്തിൽ ഇങ്ങനെ വന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ഒരു ബേക്കറി കണ്ടു. അപ്പം നമുക്ക് നാട്ടിൽ ബേക്കറി തുടങ്ങാം. അപ്പോൾ ഇവിടെ ബ്രാഹ്മൺസ് തൃശ്ശൂർ ഭാഗത്താണ് കണ്ടത്. ഈ ബ്രാഹ്മൺസ് ഒരുപാട് കയറുന്നതാണ് ഈ എന്താ പറയുക നമ്മുടെ ഈ പാനിപൂരൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഷോപ്പിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആളുകളെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു കൗതുകം. അവിടെ കൊണ്ടുപോയി ഒരുപാട് ആളുകൾ കയറും. പക്ഷെ അതൊരു മലബാർ ഏരിയയാണ്, അത് വിജയിക്കൂല, അത് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ പൊട്ടിപ്പോയി ആ പ്ലാൻ. ഒരുപാട് സ്ഥലമൊക്കെ അന്വേഷിച്ചു, ക്ലിയർ ആയി. പക്ഷേ ആളുകൾ പിന്നോട് ഡീമോട്ടിവേറ്റ് ചെയ്തപ്പോൾ പിന്നെ തുടങ്ങണ്ട. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തായാലും ഇറങ്ങിയതല്ലേ, തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ തിരുപ്പൂർ പോയിട്ട് കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങി, കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്തു നമുക്ക് നാട്ടിൽ കൊണ്ടുവരാം. നാട്ടിൽ കൊണ്ടുവന്ന് ഇപ്പോൾ ചെയ്യുന്ന എന്താ ഒരു കട എടുത്ത് ചെയ്യാനായിരുന്നു. പിന്നെ ആലോചിച്ചു കടക്ക് ഒരുപാട് റെൻറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് നമുക്ക് താങ്ങില്ല. അപ്പോൾ അഡ്വാൻസും കൊടുക്കണമല്ലോ. അപ്പോൾ നാട്ടിൽ തന്നെ 500 രൂപ, നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ ഒരു 500 രൂപ മാസം വരുന്നുള്ളൂ. അതിൽ കൊടുന്ന് ഡ്രസ്സ് കിട്ടും, അത് വിൽക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല അടിപൊളിയാണ്. കാരണം ഞാൻ രാവിലെ ജോലിക്ക് പോകും, ഞാൻ തിരിച്ചു വരും, ഉച്ചയ്ക്ക് ആകുമ്പോൾ തിരിച്ചു വരും, പിന്നെ എൻ്റെ കൂടെ കൂടും. അങ്ങനെ ഇത് നല്ല വർക്കൗട്ടായി. അതെ, എവിടെയിട്ടാണ് വെക്കുന്നത്? അത് എന്താ നമ്മുടെ വാട്സപ്പിലാണ്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓർഡർ വരുന്നതനുസരിച്ച് നമ്മൾ. അതെ, ആ സമയത്താണ് ഈ കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പതുക്കെ, കാരണം ഓൺലൈൻ സ്റ്റോറുമാണ്. പിന്നെ നമുക്കൊരുപാട് ഓൺലൈൻ സ്റ്റോറാണ്. പിന്നെ ഓഫ്ലൈനായിട്ട് നാട്ടിലത്തെ ആളുകൾ വന്ന് എടുക്കുന്നുണ്ട്. ഇൻസ്റ്റയിലും വാട്സപ്പിലാണ് നമ്മൾ കോമൺ ആയിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളും ഫുട്ബോളിനോട് റിലേറ്റ് ചെയ്ത് ഡ്രൈ ഫിറ്റ് മോഡലുള്ള ക്ലോത്താണ്. അപ്പോൾ ഇത് ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ജേഴ്സി മാത്രം ഇട്ട് ശീലിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഡ്രൈ ഫിറ്റ് അത് നന്നായിരിക്കും, കളിക്കാൻ മാത്രമല്ല അത് പുറത്ത് പോകുമ്പോൾ ഇടാന്നുള്ളത്. അങ്ങനെ അത് നല്ലൊരു മൂവിങ് ആയി. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് വന്നു, എന്നാൽ വീണ്ടും തുടങ്ങാം. അങ്ങനെ 1, 2, 3 പർച്ചേസൊക്കെ ആയി, ഒന്ന് സെറ്റപ്പായി വന്നു. പിന്നീട് കോവിഡ് ഒന്ന് മൂർദ്ധിച്ച അവസ്ഥയിലാണ് നമ്മൾ എന്ത് ചെയ്ത് ഒന്നുകൂടി നമ്മൾ സ്കെയിലപ്പ് കൂടില്ല. നമുക്ക് പെട്ടെന്ന് ആവേശം കയറുന്ന ആളുകളാണോ, മുംബൈ പോവാം. തിരുപ്പൂർ പോയത് മതി, ഇനി മുംബൈ പോയി പാൻറ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ജീൻസ് പാൻറ്, അതുവരെ ജീൻസ് പാൻറ്റൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ജീൻസ് പാൻറ്റ് 1-2 നമ്മൾ ട്രൈ നോക്കി. ഓക്കെ, കൊള്ളാം, നമുക്ക് ലാഭം. ഞങ്ങളെ പ്രോഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും എടുക്കുന്ന എഫേർട്ടാണ്. നമ്മളവിടെ പോയി നമുക്ക് കിട്ടുന്ന എത്രയാണോ അതിന്ന് ചെറിയ ലാഭം മാത്രം എടുത്തേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആളുകൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നമ്മളെ ചെറിയ ഗ്രാമത്തിൽ പോലും ആളുകൾ വരുന്നത്. അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഈ പാൻറ്റ് വന്നതൊക്കെ സൈസ് മാറിപ്പോയി. അതായത് നമ്മൾ 1-2 മാത്രമേ ട്രൈ ചെയ്തുള്ളൂ, ബണ്ടിലാക്കി വിടുകയും ചെയ്തു. 10,000-70,000 രൂപ 50,000 രൂപയൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഗോൾഡൊക്കെ വെച്ചിട്ടാണ് ഇത് കൊണ്ടുപോയിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ എത്തിയപ്പോൾ സൈസ് മാറിപ്പോയി. പെട്ടു. ഇത്രയും നേരം നല്ല ബിസിനസ് ഗ്രോ ചെയ്ത് പോയത് നേരെ താഴേക്ക് വന്നു. അത് രണ്ടാളെയും സത്യത്തിൽ പറഞ്ഞാൽ മടുത്തു ഇത്. അപ്പോൾ രണ്ടാളും തീരുമാനിച്ചു ഇത് തന്നെ കൊണ്ടും പറ്റൂല, എന്നെ കൊണ്ടും പറ്റൂല, അപ്പോൾ കിറ്റ് ചെയ്യാം തീരുമാനിച്ചു. അപ്പം നമ്മൾ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സംഭവം. അപ്പോൾ അവനെ അങ്ങനെ പോയി, അവനവൻ്റെ ഫാമിലിൻ്റെ കൂടെ ബിസിനസ്സിന് വേണ്ടി പോയി. ഞാൻ ചിന്തിച്ചു ഞാനിപ്പോൾ 2 ജോലി കൊണ്ട് പോയി, പക്ഷേ ഇത് രണ്ടും എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല. ഇത് ചെയ്തു പോയോ, കാരണം ഞാൻ ചെയ്തൊരു ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സെയിൽസ് ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല, പക്ഷെ അതെന്നെ എക്സൈറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ മോട്ടിവേഷൻ കിട്ടുന്ന പോലെ സക്സസ്ഫുൾ ആയത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സുപ്രഭാതത്തിലാണ് ദൈവദൂതനെ പോലെ എൻ്റെ പഴയ സുഹൃത്ത്, ഞങ്ങൾ കളിക്കൂട്ടുകാരാണ്, നാട്ടുകാരാണ്. അപ്പോൾ ഇവൻ ദർസിൽ പഠിക്കുന്ന ആളാണ്, ജാസിൻ എന്നാണ് പേര്. ആൾ 14 വർഷമൊക്കെ ദർസ് പഠിച്ചിരുന്നതാണ്. അപ്പോൾ ഇവൻ നാട്ടിൽ വന്നിട്ട് ഒരു ദിവസം എനിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒരു പ്ലാൻ ഉണ്ട്, ഒരു ബിസിനസ്. അപ്പോൾ ബിസിനസ് തലക്ക് പിടിച്ചു വന്നേ, എന്നാ ചെയ്യാം, എന്താ ബിസിനസ്, നേരിട്ട് പറയാമെന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആരും കാണണ്ട, നമ്മുടെ ബിസിനസ് പ്ലാനിങ് ആരും കാണണ്ട, ഒരു മലൻ്റെ മുകളിൽ പോയി. മലൻ്റെ മുകളിലാണ് പ്ലാനിങ്. എന്താ പ്ലാന്, ട്യൂഷൻ സെൻറ്റർ തുടങ്ങാം. ട്യൂഷൻ സെൻറ്റർ ശരിക്കും പറഞ്ഞാൽ പറയുന്ന സമയത്ത് ത്രില്ലായി തോന്നി. കാരണം ഞാൻ പറഞ്ഞു ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് സ്പോർട്സും വിഷയമൊക്കെ ഉണ്ടാവുകൊണ്ട് ഞാൻ ഈ ക്ലബ്ബിലും ഇതിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഈ സംസാരിക്കുന്നൊരു വിഷയം പിന്നെ ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ, പഠിപ്പിച്ചു കൊടുക്കുക, നല്ല കാര്യമാണ്. പക്ഷെ അതുവരെ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷെ നല്ല കാര്യം, നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. എന്ത് പ്രായമുണ്ട് അപ്പോൾ? അന്ന് 22 വയസ്സ്. 22 വയസ്സ്, അധ്യാപകനാകുമ്പോൾ അന്ന് തന്നെ കാണണം, അതാണ് കോമഡി. ഈ കാണുന്നതിൻ്റെ അത്രയും മെലിഞ്ഞ ഒരാളാണ് ഞാൻ. എനിക്ക് പൊടിമീശ അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ അധ്യാപകൻ താങ്ങുമെന്നറിയില്ല, ട്രൈ നോക്കാം, എന്താ അറിയില്ല. അങ്ങനെ തുടങ്ങണ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. എൻ്റെ കയ്യിൽ 10 പൈസ അല്ല,
ഇവൻ്റെ കയ്യിൽ തീരെയില്ല, കാരണം അവൻ 14 കൊല്ലം കഴിഞ്ഞ് തെറിച്ചുന്ന് വരിക. എന്താ ചെയ്യുക? അപ്പോൾ നാട്ടിൽ ഒരു മദ്രസ ഉണ്ട്. ഓക്കെ. അപ്പോൾ മദ്രസ പോയപ്പോൾ മദ്രസൻ്റെ മാനേജ്മെൻറ്റ്, അപ്പോൾ എൻ്റെ ഉപ്പയ്ക്കെല്ലാം മാനേജ്മെൻറ്റ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ പോയി ചോദിച്ചു, നമുക്ക് ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങാം, പക്ഷേ നമ്മളെ കയ്യിൽ പൈസ ഒന്നുമില്ല. ഇവിടെ ആണെങ്കിൽ ബെഞ്ചും ഡെസ്കൊക്കെ ഉണ്ടല്ലോ, പിന്നെ 9 മണിയൊക്കെ കഴിഞ്ഞാൽ മദ്രസ വിടും, ഇത് ഫ്രീ ആണ്, തുടങ്ങാൻ പറ്റുമോ ചോദിച്ചു. ആദ്യമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, പിന്നെ എൻ്റെ ഉപ്പാനെ അറിയാമല്ലോ, എന്നാൽ പിന്നെ കൊടുക്കാം, പിള്ളേരല്ലേ, തുടങ്ങിക്കോട്ടെ. അതൊരു ആവേശമായി. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് എന്താ തുടങ്ങാം, എന്താ പേരിടുക, എഡ്യൂക്കെയർ. അന്ന് എവിടുന്നൊക്കെ നെറ്റിൽ നോക്കിയൊരു പേരുണ്ടാക്കി പതിയെ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്യുന്നത് കോമഡി. അതായത് അത്രയും ദിവസം ഫുട്ബോൾ കളിച്ചിരുന്ന ഞാൻ സുപ്രഭാതത്തിന് മാഷാണെന്ന് പറഞ്ഞ് വരികയാണ്. അപ്പോൾ എൻ്റെ നാട്ടുകാരെ എങ്ങനെ നോക്കിയിരിക്കുക, എന്നോട് ഇവന് പ്രാന്താണോ ഇത്രയും നേരം. കാരണം എന്നെ ഇവർ കണ്ടതൊക്കെ, ഞാൻ പുറത്ത് കുറച്ച് ദൂരെ പോയി പഠിച്ചോണ്ട് രാവിലെ സ്കൂളിൽ പോവും, വൈകുന്നേരത്ത് നമ്മൾ കളിക്കാൻ പോകും. അപ്പോൾ ഇവരെന്നെ കാണുന്ന ഈ ഒരു പന്ത് കളിക്കുന്ന ഒരാളായിട്ടാണ്, അധ്യാപനമായിട്ട് ഇവർ കാണുന്നില്ല. പിന്നെ എൻ്റെ ഉപ്പാന അത്ര ടൈലറല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബിസിനസ് ലെവലിലോ അങ്ങനെ പരിചയമില്ല. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ കോമഡിയാണ്. കാരണം മാർക്കറ്റ് ചെയ്യണം, ഈ ഒരു എഡ്യൂക്കെയർ മാർക്കറ്റ് ചെയ്യണം, എന്നാലേ ആൾ വരുള്ളൂ. അപ്പോൾ നാട്ടിൽ തന്നെ അതുകൊണ്ട് മാർക്കറ്റിംഗ് വലിയ പണിയൊന്നുമില്ല. അപ്പോൾ സ്കൂൾ തൊട്ടടുത്താണ്. അപ്പോൾ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ദിവസം എന്താ വെച്ചാൽ നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കി, നമുക്കൊരു ഫ്ലെക്സ് വെക്കാം. ചിലവ് കുറഞ്ഞ പരിപാടിയാണ്, വലിയ പ്രശ്നമല്ല. ഫ്ലെക്സിന് കവുങ്ങ് കൊടുന്ന് കിട്ടും, ഫ്ലെക്സ് കണ്ടെങ്കിൽ ഇത് വേണ്ടല്ലോ, ആരും ഹെൽപ്പ് ചെയ്യാനുമില്ല. അപ്പോൾ എന്ത് വെച്ചാൽ രാത്രി ആരും കാണണ്ട, നമുക്കൊരു 10 മണിക്ക് ഒരു പാടത്ത് പോയിട്ട് എന്ത് ചെയ്യുക, 2 കവുങ്ങൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ആ രണ്ടുപേരും ഒരു സ്കൂട്ടിയിൽ പോയിട്ട് 2 കവുങ്ങൊക്കെ, ഒരു കവുങ്ങ് എടുത്തിട്ട് കൊണ്ടുവരും, പിന്നെ ഒരു കവുങ്ങ് എടുത്ത് ഇങ്ങനെ വന്നിക്കും. അങ്ങനെ നമ്മളിതിന് കുഴിയെത്തുമ്പോഴേ എൻ്റെ കൂട്ടുകാരന്മാർ അവന്മാർ വീഡിയോ എടുക്കുക. അതായത് മാഷാണ് ഇപ്പോൾ ഈ കാണുന്നതല്ലേ, മാഷ് എന്താ ചെയ്യുന്നത്, രാവിലെ എന്ത് കുഴിയെത്തുക, എന്നിട്ട് നീയാണോ പഠിപ്പിക്കാൻ പോകണം. അപ്പോൾ അവന്മാർ വീഡിയോ എടുക്കുക. അപ്പോൾ ഞങ്ങൾ ഒന്ന് പോടാവുന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. എൻ്റെ കോൺഫിഡൻസ് അവനാ, കാരണം അവന് അത്രയും ദിവസം നാട്ടിലില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ പറയുന്നു നമ്മൾ ധൈര്യം തുടങ്ങും, കാരണം അതിന് ഡ്രസ്സിൻ്റെ ഷോപ്പ് നടത്തിയത് അവിടെയാണ്, അതാണ് കോമഡി. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം, ആരെന്ത് പറയൂടെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ മാർക്കറ്റിംഗ് തുടങ്ങി, നമ്മൾ പതിയെ ആളുകളിലേക്ക് എത്തിച്ചു. അങ്ങനെ ഫസ്റ്റത്തെ നമ്മുടെ കുട്ടികൾ വരുന്നതൊക്കെ നമ്മൾ അറിഞ്ഞു, അതായത് സമതിൻ്റെ മോനാണ് തുടങ്ങിക്കുന്നത്, കൊണ്ടുവിടാം, കുഴപ്പമില്ല, അറിയുന്ന ആളുകളാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ക്ലബ്ബിലൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അറിയാം, എന്നെ ആളുകൾക്ക് അറിയാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, പതിയെ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഉദ്ഘാടന ദിവസമൊക്കെ ഭയങ്കര കോമഡിയാണ്. നമ്മുടെ സ്കൂളിന് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്യൂഷൻ സെൻറ്റർ വരുന്നത്, സ്കൂളിൻ്റെ തൊട്ടടുത്ത ട്യൂഷൻ സെൻറ്റർ. എന്നെ പഠിപ്പിച്ച ടീച്ചർമാരെ, ഞാൻ അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരാണ്. ടീച്ചറെ ഒന്ന് വരുകൊണ്ട് ഞങ്ങൾ തുടങ്ങാൻ വേണ്ടി പോവാണ്, ഞങ്ങൾ 2 ആൾ ഈ ടീച്ചർമാർ പഠിപ്പിച്ചു പോകണം, ഒന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു, വരാം എന്നൊക്കെ പറഞ്ഞാൽ അവർ വന്നു. അന്ന് എൻ്റെ ഡ്രസ്സിങ്ങാണ്, ഇവനെ കുഴപ്പമില്ല, ഇവൻ എന്ന് പറഞ്ഞാൽ ഒരു മൂല്യരായതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രസ്സിങ്ങിൽ വന്ന്, പിന്നെ അവന് താടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ കണ്ടാൽ കുറച്ച് അവന് ഫീൽ ചെയ്യുമെന്നറിയില്ല, അവന് കുറച്ച് പ്രായം തോന്നിക്കണമുണ്ട്. അപ്പോൾ എൻ്റെ ശക്തി വരാം, ആരെയും ചോദിച്ചാൽ പറയാലോ, ഇവന് താടിയൊക്കെ ഉണ്ട്, ഇവന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ അവൻ അത്ര ഫെമിലിയർ അല്ല അവിടെ നാട്ടിൽ ആ സമയത്ത്. അപ്പോൾ ഇവനെ വെക്കാം, ഇവനൊന്ന് അതായത് നമ്മുടെ പ്രൊജക്റ്റ് ചെയ്ത് ഇവനെ കാണിക്കുക എന്നുള്ളത്. ഞാനാണോ ഒരുങ്ങേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതിപ്പോൾ കയ്യിൽ നിന്ന് പോണ കേസാണ്. അതായത് എന്നെ അധ്യാപകനായിട്ട് ഇവർ കാണുമോ, കാരണം എനിക്ക് താടി പോലും നേരെ വന്നിട്ടില്ല. അപ്പോൾ എന്നെ ഇവരങ്ങനെ ഫീൽ ചെയ്യിക്കുമെന്നുള്ളത്. അപ്പോൾ ഉപ്പാനോട് പറഞ്ഞു, എനിക്ക് ഒന്നിനൊരു ഡ്രസ്സ് വാങ്ങണം. അപ്പോൾ അതുവരെ ഞാനിട്ട ഡ്രസ്സിൻ്റെ ശൈലിയൊക്കെ മാറ്റണമല്ലോ. അങ്ങനെ ഞാനും ഇപ്പം പോയിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് പോയിട്ട് ഒരു പഴമ തോന്നിക്കണം. അത് അന്നത്തെ ഇത് വന്നിട്ട് പഴമ തോന്നി, ഒരു അധ്യാപകനായിട്ട് ഡ്രസ്സിങ്ങിലേനും തോന്നണം. അങ്ങനെ ഞാൻ ഇന്നൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് ഫോർമൽ ഡ്രസ്സ് ഇട്ട് എൻ്റെ സ്ഥാപനം തുടങ്ങി. അങ്ങനെ അവിടുന്ന് ഓക്കെ പോയി. അപ്പോൾ എൻ്റെ കുട്ടികളെയൊക്കെ എനിക്കറിയും, ഈ നാട്ടിലെ കുട്ടികളൊക്കെ എനിക്കറിയാം. 32 കുട്ടികൾ. 32 കുട്ടികൾ ആദ്യം സമയത്ത് വന്നു. അപ്പോൾ അത് സംഭവം ഞങ്ങളൊന്ന് ബൂസ്റ്റ് ചെയ്തു. കാരണം 32 കുട്ടികൾ ഫസ്റ്റ് വന്നു പറഞ്ഞാൽ നമ്മളെന്തൊക്കെ എഫേർട്ട് എടുത്തുകൊണ്ടാണല്ലോ വന്നത്. ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ അതുവരെ ആ നാട്ടിൽ ട്യൂഷന് പോകുന്ന കുട്ടികളൊക്കെ 1.5 കിലോമീറ്റർ അപ്പുറത്തൊക്കെ പോകുന്നത്. അപ്പോൾ ഇവർക്ക് സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ ട്യൂഷൻ കിട്ടുകയാണ്. അപ്പോൾ അവർക്ക് അതല്ലേ ബെറ്റർ. അപ്പോൾ ഉമ്മാർക്കും എല്ലാവർക്കും, കാരണം ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന ഈ സ്കൂളിലാണ്, അപ്പോൾ എളുപ്പമായി ഇവർക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഈ 32 കുട്ടികൾ വന്നത്. സബ്ജക്റ്റാണ് കിട്ടിയത്. സബ്ജക്റ്റ് പഠിപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് 2 ആൾക്കും എക്സ്പീരിയൻസ് ഇല്ല ഈ ഒരു വിഷയത്തിന്. ഞങ്ങൾ 2 ആളും തീരുമാനിച്ചു, നീ മാത്സ് എടുത്തു, ഞാൻ ഇംഗ്ലീഷ് എടുക്കാം. അതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഓർമ്മയാണ്. ഇവൻ മാത്സ് പഠിക്കുന്നത് എനിക്ക് പണ്ടത്തെ ഓർമ്മയാണ്. അവന് തിരിച്ചു പറയും, ഇവൻ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കുന്നവൻ, ഈ ഓർമ്മയിലാണ് പറയുന്നത്. പക്ഷെ നമ്മൾ 2 പേരും പഠിച്ചുകൊണ്ട് കാര്യമില്ല, കാരണം സബ്ജക്റ്റ് ഇനിയുണ്ട്, 7 സബ്ജക്റ്റ് ഉണ്ട്. എന്നാൽ പിന്നെ ഞാൻ സോഷ്യൽ കൊടുക്കാം, ലെക്ചറിങ് മെത്തേഡ്. ഇദ്ദേഹത്തിനോട് പറഞ്ഞു, എന്നാൽ പിന്നെ കെമിസ്ട്രി കൂടെ താങ്ങുമോ? അപ്പോൾ അവൻ പറഞ്ഞു, കെമിസ്ട്രി കൂടെ എടുക്കാം. അപ്പോൾ അവൻ കെമിസ്ട്രി, ഞാൻ സോഷ്യൽ. അപ്പോൾ 4 സബ്ജക്റ്റ് അങ്ങനെ പോയി. പിന്നെ 3 സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും കിട്ടണം. അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ നമ്മളെ കൂടെ പഠിച്ച ഒരാളുണ്ട്. അപ്പോൾ അവളെയും കൂടി വിളിച്ചു, ഒപ്പം പഠിച്ച ആളുകളാണ്.
അപ്പോൾ അവൾ ഹിന്ദിയും ഫിസിക്സും അവൾ ഏറ്റു. അവൾ ഓക്കെ. PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ അവൾ പറ്റപ്പോൾ നമുക്ക് ധൈര്യമായി, ഇനി ഇറങ്ങാം. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തു. കാരണം ഈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ വിഷയം 10ാം ക്ലാസ്സിലെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കും എന്നുള്ളതിന് മുമ്പ് നമ്മൾ ആരെയും എക്സൈറ്റ് ചെയ്യിക്കുന്നൊന്നുമില്ല. നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ ശരിക്കും ഒരു ബിസിനസ് പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് തുടങ്ങാം, പൈസ ഉണ്ടാക്കാം, ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ക്ലാസ് തുടങ്ങി ഒരു പകുതിയൊക്കെ എത്തിയപ്പോൾ നമ്മളെ ജീവിതം മാറ്റിമറിച്ചു. അതായത് അതുവരെ വലുതാകണം എന്ന് ചിന്തിച്ച ഞാൻ എന്നെ ചെറുതായി കളഞ്ഞു. കാരണം ആ കുട്ടികളുടെ ഇടയിൽ ഞാൻ ഇടപഴകുമ്പോൾ എന്നെ എക്സൈറ്റ് ചെയ്യുന്ന എന്തൊക്കെയോ അതിലുണ്ട്. ഞാൻ പണ്ട് കണ്ട മോട്ടിവേഷനൊക്കെ എന്തൊക്കെയോ എൻ്റെ ഉള്ളിൽ വരുന്ന പോലെ എന്നെ എക്സൈറ്റ് ചെയ്യുന്ന എന്തോ ഒന്നിൽ വരുന്നുണ്ട്. കാരണം ഈ കുട്ടികളെ ഇവരന്മാർ വരുന്നു, എൻ്റെ മോന് അല്ല എൻ്റെ മോൾക്ക് ഇത്ര പ്രശ്നമുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, ചെയ്തു കൊടുക്കാൻ പറ്റുമോ, എന്താ ചെയ്യാൻ പറ്റും, ശ്രമിക്കാം. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞതെന്ന് വെച്ചാൽ അവർ തരുന്ന ഫീസ് ആകെ 200 രൂപ ആയിരിക്കും. നമ്മൾ ക്ലാസ് എടുക്കുന്നത് രാവിലെ ക്ലാസ്, വൈകുന്നേരത്തെ ക്ലാസ്, ഒരു നൈറ്റ് ക്ലാസ്, ഒരു ഡേ ക്യാമ്പ്, ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ റൂട്ടീന്. പിള്ളേരൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വൈകുന്നേരത്തൊക്കെ അവിടെ എത്തി പഠിപ്പിക്കും. ഒരു നാട്ടിലത്തെ കുട്ടികളാണല്ലോ, ഇവർക്കും ആർക്കും ഇതൊന്നുമില്ല. ഞങ്ങളുടെ നാട് ചെറിയൊരു പ്രദേശമാണ്. അപ്പോൾ എല്ലാ നാട്ടിലൊക്കെ അടുത്ത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, പിള്ളേർ വരും, ഇരുത്തി പഠിപ്പിക്കും. അപ്പോൾ ഇവന്മാരെ പഠിപ്പിക്കുന്ന രീതി ഒരു വ്യത്യാസമാണ്. കാരണം ഇവന്മാർ ഫ്രണ്ട്സും കൂടെയാണല്ലോ. അതായത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിലും പറയുന്നത് നമ്മൾ ഫുട്ബോളിൻ്റെ രണ്ടാളും ഓക്കെയാണ്, ഫുട്ബോളിൻ്റെ അത് രണ്ടാളും എൻ്റെ പാർട്ട്ണറും ഓക്കെയാണ്. അപ്പോൾ വൈകുന്നേരം കഴിഞ്ഞാൽ കളിക്കാൻ പോണ സമയം കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലാസ് നിർത്തും. 4:30 to 5:30 അതിൽ ക്ലാസ് ആവില്ല. 5:30 മുതൽ ഞങ്ങൾക്ക് കളിക്കാൻ പോകുന്ന ആരായിട്ടാ പോകുന്നത്, ആളെ തേഞ്ഞില്ലെങ്കിൽ ഈ കുട്ടികളെയും വിളിക്കും. അപ്പോൾ ഉമ്മാരോട് പറയാനും കാരണമായി എന്ത്, നിങ്ങളെ കുട്ടികൾ പഠിച്ചാൽ മാത്രം പോരാ, കളിച്ച് പഠിക്കണം, എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബുദ്ധി കൂടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരും അംഗീകരിച്ചു. അങ്ങനെ ഇവരൊരു എന്താ പറയുക, ഇവർ ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഇവരെ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ബ്രദേഴ്സിനെ പോയാലായി ഞങ്ങൾ രണ്ടുപേരും. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഒരുപാട് ഈ ഒരു ഫീൽഡിലേക്ക് അട്രാക്ട് ചെയ്തു. ആ സമയത്തൊക്കെ ഞാൻ ഈ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാനത് എന്ത് ചെയ്തു, നിർത്തി. വേറെ എല്ലാ ജോലിയൊക്കെ നിർത്തി. ഇവനും ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു, അതും നിർത്തി. ഇത് തുടങ്ങാം, ഇനി ഇതുമൊന്ന് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരു കൊല്ലം നമ്മൾ എന്ത് ചെയ്തു, ഇത് പതുക്കെ അങ്ങനെ കൊണ്ടുപോയി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നമുക്ക് മദ്രസയിൽ എന്താ വെച്ചാൽ കുറച്ച് ക്ലാസ് അധികം വന്നപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ മദ്രസ മാറുമ്പോൾ പ്രശ്നം അതല്ല, ഈ വന്ന വരുമാനമൊന്നും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഒന്നുമില്ല. കിട്ടുന്ന പൈസ ഫുഡ് അടിക്കുക, വേറെ ഒന്നുമില്ല. ഞങ്ങൾ പന്തളിക്കാൻ പോകുമ്പോൾ ഫുഡ് അടിക്കുക, ഇത് തന്നെ രണ്ടുപേരും ലൈഫ്. എന്നാൽ ഇതുവരെ കിട്ടിയ വരുമാനം പോവുകയും ചെയ്തു. ഫാമിലിയിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരെയും ഫാമിലിയിൽ മക്കൾ നന്നായി. കാരണം ഇവന്മാർ അധ്യാപകരായി. പിന്നെ നാട്ടുകാരുടെ ഇടയിൽ തന്നെ ഇവർക്ക് ഒരു വില വരാൻ തുടങ്ങി. നാട്ടുകാർ എൻ്റെ മകൻ അധ്യാപകനായല്ലോ എന്നുള്ളൊരു, പിന്നെ ഇപ്പം മദ്രസയിലെ മാനേജ്മെൻറ്റിലൊക്കെ ഒപ്പുണ്ട്. അപ്പോൾ ഇത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇത് പെട്ടെന്ന് മാറാൻ പറഞ്ഞത്. അപ്പോൾ ഇനി ഇപ്പം കുടുങ്ങി, കാരണം ബെഞ്ച് ഡെസ്ക് വാങ്ങണം, ചിലവ് കൂടി. അപ്പോൾ മദ്രസ മാനേജ്മെൻറ്റിനോട് ചോദിച്ചു, നിങ്ങളിവിടെ ഒഴിവാക്കിയ ബെഞ്ചും ഡെസ്കും വല്ലതും ഉണ്ടാവും? അവർ കുറച്ചൊക്കെ ഉണ്ട്, തരാറുണ്ട്. അപ്പോൾ പൈസ തരണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കോളും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എന്ത് ചോദിച്ചാൽ അത് കുറച്ചെണ്ണം പെറുക്കി കൊണ്ടുപോയിട്ട് ആണിയൊക്കെ അടിച്ചിട്ട് നേരെ എന്ത് ചെയ്തു, തൊട്ടപ്പുറത്ത് 2 റൂം, ഒരു പീഡികൻ്റെ ഷട്ടർ റൂം ഉണ്ടായിരുന്നു. ആ 2 റൂമിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് ഒരു ബാച്ച് തീർന്നു. ഈ ഒരു ബാച്ച് തീർന്ന് 2ാമത്തെ ബാച്ച് വരികയാണ്. നമ്മളൊന്ന് ചെറിയ രീതിയിൽ എസ്റ്റാബ്ലിഷ് ആയി അവിടെ. ഈ 2ാം വർഷം നമ്മളിത് ഇങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ ഒരു സ്റ്റാഫ് ഇവള് പോയി, നമ്മൾ ആദ്യത്തെ നമ്മളെ സ്റ്റാഫ് പോയി, 1-2 ആളുകളെ വേറെ എടുത്തു. ഇതിങ്ങനെ ഓക്കെ ആയിട്ട് കൊണ്ടുപോകാം. പിന്നെ 2 ആൾ നിന്നിട്ട്, എടാ ദാസാന്ന് ചോദിച്ച പോലെ ഇങ്ങനെ പോയാൽ നടക്കൂല, ഫുഡ് അടി ഞങ്ങൾ ഒരു വർഷം ഞങ്ങളെ കണക്കെടുത്ത് നോക്കി. വീട്ടിൽ ചിലവാക്കിയതൊന്നുമില്ല, കാരണം ഞങ്ങൾക്ക് അന്ന് ലോണോ കടങ്ങളോ ഒന്നുമില്ല രണ്ടുപേർക്കും. അതുകൊണ്ട് ചിലവാക്കുന്നത് എന്താ, ഫുഡ് കഴിച്ചത്. ഞങ്ങൾ ചിലവാക്കിയത് എനിക്കൊണ്ട് ഒരു വലിയൊരു എമൗണ്ട് ഫുഡിനാണ്, നല്ലൊരു എമൗണ്ട് ഫുഡിന് പോയിട്ടുണ്ട്. അങ്ങനെ ഈ 2ാമത്തെ കൊല്ലം നിൽക്കുമ്പോഴാണ് സിൻസിയർ ആകാം, ഇതുമ്മ ഇനി വേറൊന്നും ആലോചിക്കണ്ട. അപ്പോൾ അവൻ ആ സമയത്ത് പതിയെ ഒരു പ്രൈവറ്റ് സ്കൂളിലും പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു അധ്യാപകൻ അവിടെ നിന്നുകൊണ്ട് പ്രൈവറ്റ് സ്കൂളിൽ പോകുന്നു. ഞാനാണെങ്കിൽ ഒന്നുമില്ലാത്തത്, ഞാനിവിടെ എടുക്കും പോകുന്നില്ല. ഞാനത് കംപ്ലീറ്റ്, ഞാനാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഒറ്റ മൈൻഡാണ്. അതായത് ഒന്നിന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അതന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ അത് തന്നെ നിന്നു. അതുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല. പക്ഷേ ലക്ഷ്യം കിട്ടി. ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ്, ലക്ഷ്യമില്ലാത്തതായിരുന്നു എൻ്റെ പ്രശ്നം. പക്ഷേ ലക്ഷ്യം വന്നത് 2021-ലാണ്. കോവിഡ് സമയത്താണ് എനിക്ക് ലക്ഷ്യം വന്നത്. ലക്ഷ്യം വന്നപ്പോൾ ഇതെന്ത് ചെയ്യും, എന്തായാലും ഇന്നോവേറ്റീവായി എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ ട്യൂഷൻ സെൻ്റർ ഇപ്പം എനിക്ക് അറിയുന്ന ഫീൽഡാണ്, എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ഫീൽഡാണ്. തുടങ്ങാം, എങ്ങനെ തുടങ്ങാം, പൈസ 2,000 ഇല്ല. അപ്പം ഞാൻ ഇവനോട് കുറച്ച് പ്ലാൻ പറഞ്ഞു. അപ്പം എൻ്റെ പാർട്ട്ണറും ഞാനും രണ്ട് ടൈപ്പാണ്. അപ്പം ഞാൻ ഇവനോട് കുറച്ച് കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും മിടുക്കുള്ള ഒരാൾ. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു,
നമുക്ക് ട്യൂഷൻ സെൻ്ററിൻ്റെ കൺസെപ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചാലോ. അപ്പം നമ്മുടെ നാട്ടിൽ ആ സമയത്തൊക്കെ ട്യൂഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ സബ് ആയിട്ട് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം തുടങ്ങുന്ന ഈ ട്യൂഷൻ സെൻറ്റർ ഈ വല്ല പഴയ റൂമുകളും ഇതൊക്കെ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇന്നോവേറ്റീവായി ചെയ്യണമല്ലോ. ഞങ്ങളതും അങ്ങനെ തന്നെയാണ്. ഇന്നോവേറ്റീവ് വേണ്ടി ഞങ്ങൾ തൊട്ടടുത്ത് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് നമുക്ക് 2 റൂം എടുക്കാം, നല്ല ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല AC ഒക്കെ അല്ലേ കുട്ടികൾ. അന്ന് ഈ വരുമാനം എത്ര വരുന്ന ചിന്തല്ല, നമുക്ക് കുട്ടികൾക്ക് നന്നായിട്ട് കൊടുക്കണം, വരുന്ന കുട്ടികൾ AC-യിലൊക്കെ ഇരുന്ന് പോകണം, അതൊക്കെയാണ് ചിന്ത. അങ്ങനെ ഇത് ഓക്കെയാന്ന് തുടങ്ങി നമുക്ക് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞു. പൈസ എന്താ ചെയ്യുക, പൈസ ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞ് 2 പേരും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് റൂമൊക്കെ പോയി നോക്കി, കുഴപ്പമില്ല, അഡ്വാൻസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ അവിടെ ചെറിയ അഡ്വാൻസ് ഉള്ളൂ, 1.5 ലക്ഷം രൂപയ്ക്കുള്ളൂ അഡ്വാൻസ് പറയുന്നത്. അപ്പോൾ ഈ 1.5 ലക്ഷം ചെറുതാണെന്ന് നമ്മൾ പറയുന്നത് കുറച്ച് അപ്പുറത്താണ്. അതായത് ഈ 1.5 ലക്ഷം രൂപ അന്നില്ല. 1.5 ലക്ഷം പോയിട്ട് നമ്മളെ കയ്യിൽ ഒന്നുമില്ല. നമ്മളെ കയ്യിൽ ഫുഡ് അടിക്കാൻ പോയി അന്നും ഫുഡ് അടിച്ചിട്ടാണ് പോയിരുന്നത്. ഇതൊക്കെ ഫുഡാണ് മെയിൻ അന്നത്തെ. എന്നിട്ട് ഞങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യാണ്, മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പാസ് ചെയ്യും. ഒരു 15 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ ആ സമയത്ത് അവിൽ മിൽക്ക് കണ്ടു. അപ്പോൾ എന്നാൽ പിന്നെ അവിൽ മിൽക്ക് കുടിക്കാം. അപ്പോൾ അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടി ഒരു കടൻ്റെ അവിടെ പോയി. അവിടെ പോയപ്പോഴാണ് ഇത് അടിപൊളിയല്ലേ ഈ സ്ഥലം, ഇത് കൊള്ളാം. കാരണം ആ സ്കൂളിൽ ആകെ പഠിക്കുന്ന കുട്ടികൾ കുറച്ച് കുട്ടികളാണ്. പക്ഷേ ഇവിടെ 3-4 സ്കൂളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ തുടങ്ങിയാലോ. ഇത് 5000 പോലും കയ്യിലെടുക്കാൻ പറ്റാത്ത ആൾക്കാരെ പ്ലാൻ ചെയ്യണത്. അതൊന്നും കുഴപ്പമില്ല, പോയി നോക്കാം. എൻ്റെ എന്ത് ചെയ്തു, അതിൻ്റെ മുകളിലത്തെ റൂം. അപ്പോൾ അവിടെ അവരെന്തോ ഒരു നമ്മുടെ ഈ ബായിമാർക്ക് വേണ്ടിയിട്ട് ഒരു റൂമൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു എന്താ പറയുക, നമ്മൾ ഹോസ്റ്റൽ പോലെയൊക്കെ ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളിത് നമുക്ക് തരൂ, എന്താ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച്. അപ്പോൾ അവർ 4 ലക്ഷം രൂപ റെൻറ്റ്, പിന്നെ ഒരു അഡ്വാൻസ് 4 ലക്ഷം രൂപ, ഒരു 40,000 രൂപ റെൻറ്റ്, മാസം 40,000 രൂപ. അപ്പം ഞങ്ങൾ അതുവരെ റെൻറ്റ് കൊടുത്ത റൂമിന് ആകെ 3,000 രൂപയായിരുന്നു. ഒരു ദിവസം 100 രൂപ എടുത്ത് വെച്ചാൽ നമുക്ക് 40,000 രൂപ. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ നമ്മുടെ ചിന്ത മാറി. അത് ചെറിയ രീതിയിൽ ചിന്തിച്ച ആൾക്കാർ വലിയ രീതിയിൽ. പിന്നെ അവിടുത്തെ ചിന്ത വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇവരെ കഷ്ടപ്പെട്ടിരുന്നേ കാരണം, പിന്നെ നമ്മളെ പോലെയാണോ ഇങ്ങനെ ചിന്തിച്ചിരുന്ന കണ്ടോ തീരുമാനിക്കാം. എടാ ഇതിനൊക്കെ പൈസ വേണ്ടേ, ഇത് കൊടുക്കാനാണ് അവിടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ നാളിൽ ബിസിനസ് നടക്കുന്നുണ്ട്, ഈ ട്യൂഷൻ സെൻറ്റർ ഓൾറെഡി നടക്കുന്നുണ്ട്, ഇടക്കാണ് ഈ പ്ലാനിങ് ഒക്കെ. അപ്പോൾ നാട്ടിലിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നു, നമ്മളെ പരിചയമുള്ള ആളാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെങ്കിൽ പറഞ്ഞുകൊണ്ട്, നമ്മൾ എന്തിനും വേണമെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് കൂടാം, കുഴപ്പമൊന്നുമില്ല എന്നാണ്. അപ്പോൾ അയാൾ ഒരു പ്രവാസിയാണ്, അയാൾ നാട്ടിൽ വന്നപ്പോൾ എന്തിനും ഇൻവെസ്റ്റ് ചെയ്യാം, നമ്മളെ ഈ ആക്റ്റീവ്നെസ് കണ്ടിട്ട് ഇവർ ഇൻട്രസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇപ്പോഴാണ് ഇദ്ദേഹത്തിന് ഓർമ്മ തന്നെ, ഇദ്ദേഹത്തിനോട് കാശ് ചോദിച്ചാലോ, കൊടുക്കാം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചാലും നമുക്കൊരു 4 ലക്ഷം രൂപ വന്നു. 4 ലക്ഷത്തിന് നമുക്ക് എന്ത് ചെയ്തു, അതായത് ഒന്നുമില്ലാത്ത ഒരാളെ കയ്യിൽ 4 ലക്ഷം വന്ന എന്തായി അഡ്വാൻസ് കൊടുക്കാനല്ലേ തികയുള്ളൂ. അതെ, അത് നമ്മളതല്ലേ ചിന്തിക്കുന്നത്. 4 ലക്ഷത്തിന്റെ ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും. ഒന്നുമില്ലാത്ത ആൾക്ക് 4 ലക്ഷം കണ്ടുകല്ലേ, നമ്മൾ ഇത്രയും ദിവസം 1 രൂപ ചിലവില്ലാതെ കൊണ്ടുനടന്നിന്ന്. 4 ലക്ഷം രൂപ കണ്ടപ്പോൾ ഇറങ്ങാം, ഒന്നും ചിന്തിക്കാല്ല. പക്ഷെ പൈസ ഇനിയും വേണമല്ലോ, കാരണം ഇവൻ ഈ അഡ്വാൻസ് 4 ലക്ഷം കൊടുത്താൽ പിന്നെ ബാക്കി എന്താ ചെയ്യാം. അപ്പോൾ അന്ന് രണ്ടുപേർക്കും ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഡെബിറ്റ് കാർഡല്ല ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അതിൽ 1,20,000 വരെ എൻ്റെയിലും കിട്ടും അവൻ്റെയിലും കിട്ടും. അപ്പോൾ തീരുമാനിച്ചു, എത്രയായി, 2,40,000 രൂപ അതായി. പിന്നെ എന്താ വഴി, അപ്പോൾ ഒരു കുടുംബശ്രീ ഉണ്ട്. അമ്മ കുടുംബശ്രീ, എൻ്റെ ഉമ്മയൊക്കെ അതിൽ അംഗമാണ്. അപ്പോൾ ഉമ്മാനോട് എന്തിനും വഴിയുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് ആദ്യം വലിയ വിശ്വാസമൊന്നുമില്ല, കാരണം ഇവൻ നന്നാകാന്ന് പറഞ്ഞ പോയ ആളാണ്. പക്ഷെ പിന്നെ ഇവൻ്റെ പോക്ക് ശരിയല്ല, കാരണം വരുമാനം വീട്ടിൽ കൊടുക്കുന്നില്ല, ഫുഡ് അടിച്ച് തീർക്കല്ലേ. അപ്പോൾ ഉമ്മാക്ക് വലിയ വിശ്വാസം. ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ ഒരു തവണ ഹെൽപ്പ് ചെയ്താൽ മതി, ഇത് ഒരു പേടിക്കണം എന്നൊക്കെ പറഞ്ഞു തീർത്തു. 5 ലക്ഷം രൂപ അവിടെ നിന്ന് കൊടുത്തു. അങ്ങനെ ഈ 5ഉം ഇപ്പോൾ ഈ 2,40,000 ഇതാണ് നമ്മുടെ ആദ്യത്തെ. കാരണം 4 ലക്ഷം രൂപ നമ്മൾ കൊടുത്തു, അഡ്വാൻസ് കൊടുത്തു, ഇറങ്ങാണ് നമ്മൾ. അപ്പോൾ ഇത് മാർക്കറ്റിങ്. അപ്പോൾ ഞങ്ങൾ 2 രീതി മാറി. അതായത് ഇവൻ എന്ത് ചെയ്തു, നല്ലൊരു ഓൾറെഡി സെൻറ്റർ നടത്തുന്നുണ്ട്. അപ്പം അവനോട് എന്ത് ചെയ്തു പറഞ്ഞു, നീ ഇവിടെ നിന്ന് നോക്കണം, ഞാൻ എന്ത് ചെയ്യുക ഇവിടുത്തെ കാര്യം നോക്കാം. അങ്ങനെ ചെറിയൊരു ഓഫീസ് ആയതിനെ എടുത്തിട്ട് ഞാൻ ഈ ഓഫീസിൽ രാവിലെ എൻ്റെ ഉറക്കവും ഭക്ഷണം ഒക്കെ ആ ഓഫീസിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇത് പ്ലാൻ ചെയ്യാം, ഇതിരുന്ന് ഓരോ ദിവസം പ്ലാൻ ചെയ്യാം. ഇത് ക്ലാസ് തുടങ്ങാനായി മാർക്കറ്റിംഗ് തുടങ്ങി, ആളുകൾ അന്വേഷിച്ച് വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് സ്റ്റാഫിനെ ഹയർ ചെയ്യണം. സ്റ്റാഫിനെ ഹയർ ചെയ്യണമെങ്കിൽ ഇവർക്ക് ശമ്പളം കൊടുക്കാനും പൈസ കാണണം, പക്ഷേ കാണാം, കുഴപ്പമില്ല. നമ്മൾ പെട്ടെന്നൊരു ഉദ്ഘാടന സെഷൻ വെച്ചു, നല്ല അടിപൊളിയായിട്ട് ഗ്രാൻഡായിട്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ പതിയെ ഇങ്ങനെ മാറി വന്നതാണ്. ഇതൊക്കെ കടാണ്. അതിൻ്റെ പ്രധാന കോമഡി പറഞ്ഞാൽ ഞങ്ങൾ 2 പാർട്ട്നേഴ്സ് 2ആയി തിരിഞ്ഞു. അതായത് പൈസ വേണമല്ലോ മുന്നോട്ട്. അപ്പോൾ ഞങ്ങൾ ഡിസ്കഷൻ ചെയ്തു, ഇനി എന്ത് ചെയ്യും, പൈസക്ക് എന്തിനും മഴയാണല്ലോ. നമ്മൾ 2 പേരും പകുതി എടുക്കാവുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ കോൺസെൻട്രേഷൻ വിടും. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുക, ബിസിനസ്സിൽ നോക്കാം, ഒരാൾ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നീ പൈസ വാങ്ങും, നീ കടം വാങ്ങി അടക്കും, നീ കാണുന്നതെന്ന് കടം വാങ്ങാം. പുള്ളിനെ അത് ഏൽപ്പിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു നോക്കാം.
പിന്നെ അവനെന്തുണ്ട് ഒരു മൂല്യരാണ്, അവന് സ്വാഭാവികമായിട്ടും ഒരു ആളുകൾക്കിടയിൽ തന്നെ ഒരു തോന്നും. അപ്പോൾ അവൻ അത് ഏറ്റെടുത്തു. അവൻ അങ്ങനെ പോയി നാട്ടിൽ കൂടി പോയി എല്ലാ ആളുകളിൽ നിന്നും തോന്നുന്ന പോലെ കടം വാങ്ങാൻ തുടങ്ങി. ആ കടം വാങ്ങിയ പൈസ കൊണ്ട് നമ്മളിവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഗ്രാജുവലി പതുക്കെ തുടങ്ങി. അങ്ങനെ തുടങ്ങിയത് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ സിസ്റ്റമൊക്കെ ഒരു വ്യത്യാസമായിരുന്നു. നമ്മുടെ ക്ലാസ് റൂമിൻ്റെ സിസ്റ്റം ഇതൊക്കെ ശരിക്കും ഒരു ഹോട്ടൽ പോലെയായിരുന്നു നമ്മുടെ ക്ലാസ്സൊക്കെ. നമ്മൾ സാധാ നോർമൽ ക്ലാസ് റൂം ഉണ്ട്, അതിൽ ഇന്നോവേറ്റീവായി കുറച്ച് നമ്മൾ പ്രൊജക്ടർ ഇതൊന്നും ഈ ട്യൂഷൻ സെൻറ്ററിൽ അന്നത്തെ സമയത്ത് ഉണ്ടാകുന്നില്ല. ഹൈബ്രിഡ് സിസ്റ്റം എന്നൊന്നും അവർ ഉപയോഗിച്ചില്ല, ഓഫ്ലൈൻ സെൻറ്ററുകൾ. അപ്പോൾ അവരതൊന്നും ഉപയോഗിച്ചില്ല നമ്മുടെ നാട്ടിലെ തൊട്ടടുത്തുള്ള സെൻറ്റർ. അപ്പോൾ നമുക്കതൊക്കെ എന്തായി നമ്മുടെ USP ആയിട്ട് മാറി. പിന്നെ AC, അത് പ്രധാന USP. കാരണം എന്താ വെച്ചാൽ അത്രയും ദിവസം ഈ തകരശ്ശേരിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു AC റൂം പറയുമ്പോൾ അത് സംഭവമായാലോ. അങ്ങനെ കുട്ടികൾ പതുക്കെ വരാൻ തുടങ്ങി. ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് ഒരു 140 കുട്ടികൾ എന്ത് ചെയ്തു നമുക്ക് അഡ്മിഷൻ വന്നു. അതൊക്കെ പതിയെ വന്നത്, പക്ഷേ എങ്കിലും 140 ആയി. അപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്ത് ആൾക്കാരെങ്കിലും നിങ്ങൾ ഉപദേശിച്ചു ഇതിലൊന്നും ഇറങ്ങല്ലേ എന്ന്? ആൾക്കാർ ഉപദേശിച്ചു എന്ന് വെച്ചാൽ സാറിന് ഊഹിക്കാം. ഇപ്പം എൻ്റെ ഈ രൂപം എങ്ങനെ മെലിഞ്ഞ ഒരാളാണ് ഞാൻ. 22 വയസ്സുള്ള എന്നെ കണ്ടിട്ട് ഈ ബിസിനസ് നടത്തുന്നത് വെച്ചാൽ, കാരണം അവിടെയുള്ള ഈ ട്യൂഷൻ സെൻ്റർ മേഖല എന്ന് പറഞ്ഞാൽ 10ഉം 16ഉം ഒക്കെ എക്സ്പീരിയൻസുള്ള അധ്യാപകരെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ വരെ തുടങ്ങുക പറയുമ്പോൾ എനിക്ക് കാണിക്കാൻ ഇവൻ മാത്രമേ ഉള്ളൂ. ഇവൻ്റെ താടിമയാണ് ആദ്യം എൻ്റെ ബിസിനസ് നടക്കുന്നത്. കാരണം ഇവനെ കണ്ടാൽ ഇവനൊരു പക്വത ഫീൽ ചെയ്യിക്കുള്ളൂ. അപ്പോൾ ഇവനെന്തേക്ക് നീ പ്രിൻസിപ്പളായാൽ മതി, ഞാൻ എന്ത് ചെയ്യും അവിടെ നിന്ന് മാറി നിൽക്കാം. കാരണം നമ്മുടെ നാടല്ലല്ലോ. നമ്മുടെ നാട്ടിൽ നമ്മളെ കണ്ടുവരാൻ ആളുകളുണ്ടായിരുന്നു. ഇത് നമ്മുടെ നാടല്ല. വരുന്ന ആളുകൾ ചിലപ്പോൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലോ. അങ്ങനെ നമ്മൾ എന്ത് വെച്ചാൽ 3 സ്റ്റാഫുകളെ നമ്മൾ ഹയർ ചെയ്തു. ഓക്കെ. ഒരു പ്രിൻസിപ്പൾ തന്നെ നമ്മൾ അക്കൗണ്ടൻ്റ് ആയി. നിങ്ങൾ കണക്ക് നോക്കിയാൽ മതി. കാരണം ഞാൻ അക്കൗണ്ടൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കണക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയും. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് ഇത് പറഞ്ഞിട്ട് അയാളോട് പറഞ്ഞു നിങ്ങൾ കാര്യങ്ങളും നോക്കണം. പിന്നെ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം കണക്ക് നോക്കി, ചുരുക്കം പറഞ്ഞാൽ ആദ്യം ഒരു പ്രിൻസിപ്പളായി കൊണ്ടുവന്നു. ഇങ്ങനെ നമ്മൾ സ്ഥാപനം അങ്ങനെ പതിയെ തുടങ്ങി. അപ്പം നമുക്ക് ഈ എംപ്ലോയി മാനേജ്മെൻ്റ് ഒന്നും അറിയില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒക്കെ ഫ്രണ്ട്സ് ആണല്ലോ. എനിക്ക് ആദ്യം കിട്ടുന്ന ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട്സിനോട് ബിഹേവ് ചെയ്യുന്നവരെല്ലാവരും എല്ലാ ആളുകളും ബിഹേവ് ചെയ്യും. അങ്ങനെ ഒരു കൊല്ലം ആവുന്ന സമയത്തൊക്കെ അധ്യാപകർ വന്നു. അധ്യാപകർക്ക് ഹവർ ബേസിനാണ് വരിക. അപ്പോൾ അവരൊക്കെ ഹവറിന് ക്ലാസ് എടുത്ത് പോകും. അപ്പോൾ അവർ വരുന്ന സമയത്തൊക്കെ നമ്മൾ മുതലാളിമാരെ കാണാനില്ല. കാരണം ഒരുത്തൻ കടം വാങ്ങാൻ പോകുന്ന തിരക്കില്ല. ഒരു കൊല്ലം കടത്തും വേണ്ടി പോണത്. ഞാനാണെങ്കിൽ പുറത്തോട്ട് വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ എന്നെ കണ്ട ആളുകൾക്ക് ചിലപ്പോൾ എന്തിരുന്നു, അപ്പം വേറെ ആളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഇവന്മാർ ബിസിനസ് കൊണ്ടുപോയി. അങ്ങനെ തുടങ്ങി ഒരു വർഷമായപ്പോൾ ഇവരെന്ത് ചെയ്തു, ഒരു 4 ആളുകളും ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞു. ഒരുമിച്ച് നമുക്ക് നിങ്ങളെ ഒരു രീതി ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. കാരണം നമ്മൾ ഫ്രണ്ടായിട്ട് ബിഹേവ് ചെയ്യും, പക്ഷെ എന്തെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മൾ അത് ശരിയായില്ല എന്ന് പറയും. അപ്പം നമുക്ക് എന്താ വെച്ചാൽ ഇവന്മാർക്ക് ശമ്പളം കൊടുത്ത് നിർത്തുമ്പോൾ എന്താ പറഞ്ഞാൽ കേട്ടാ, ഇതൊക്കെയാണ് നമ്മൾ തോന്നുന്നത്. നമ്മളൊരു എംപ്ലോയി മാനേജ്മെൻറ്റ് ഇവരത്തൊന്നും നമുക്കില്ല. പിന്നെ ശൈലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞത്, ഞാൻ ഈ കർട്ടൻ്റെ പുറകിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ ഇവനോടാണ് പറയുന്നത്. അപ്പോൾ ഇവൻ എവിടെയാണ്, ഇവൻ കടം വാങ്ങാൻ തിരക്കില്ല. അപ്പോൾ ഇവനോട് ഞാൻ പറയുന്നത്, പിന്നെ ഈ സ്റ്റാഫ് ബിഹേവ് ചെയ്യുന്നത് ശരിയല്ല, എനിക്ക് നേരിട്ട് പറഞ്ഞാൽ മതി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി ഞാൻ പറഞ്ഞ ആൾക്കതെന്ന്, കാരണം ഇവനാണല്ലോ കുറച്ചും കൂടി പക്വത. അപ്പോൾ ഞാൻ ഇവനോട് പറയും. ഇവനെന്ത് ചെയ്യും, ഇതിൻ്റെ ഓട്ടത്തിൻ്റെ തിരക്കിലാണ് ഇങ്ങോട്ട് വരുന്നത്. അവൻ ആ ഫയറൊക്കെ എടുത്ത് ആരോട് പറയും, ഇവരോട് പറയും. അപ്പോൾ ഇതുവർക്ക് എന്തായി, ഇതെന്താ ഞങ്ങൾ പണിയെടുക്കുന്നില്ല എന്നൊക്കെ തോന്നൽ വന്നപ്പോൾ അവരെന്ത് ചെയ്തു പോയി. ഇത് പോയപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായത്, ഇവരെ കൊണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും. കാരണം ഈ കടം വാങ്ങിയത് വീട്ടും വേണ്ടേ. പിന്നെ ഇതിൽ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ബിസിനസ് ലോസിലാണ്. ഈ 140 കുട്ടിയുടെ ഒന്നും പറയണ്ടല്ല, ഞങ്ങൾക്ക് നല്ലൊരു വരുന്നുണ്ട്. നമ്മൾ 2 മാസം കഴിഞ്ഞപ്പോഴാണ് ദൈവദൂതനെ പോലെ ഒരു ഇൻവെസ്റ്റർ, കാരണം ഞങ്ങൾക്ക് ഇതുകൊണ്ട് മുന്നോട്ട് പറ്റുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളെ നാട്ടിലുള്ള ഒരാളായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു എന്ത്, ഇവർ നമ്മളൊരു വളർച്ച കണ്ടതാണ്. നമ്മൾ ചെറിയൊരു സെൻറ്റർ നടത്തി, പിന്നെ പെട്ടെന്നാണല്ലോ നമ്മളൊരു പുതിയ സെൻറ്ററൊക്കെ തുടങ്ങും, നമ്മൾ എക്സൈറ്റ്മെൻറ്റ് തുടങ്ങണതൊക്കെ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു നിങ്ങൾ, കാരണം നമ്മുടെ സെറ്റപ്പ് തന്നെ നമുക്ക് ആളുകളെ വിശ്വസിപ്പിക്കാൻ പറ്റും. കാരണം വന്ന ആളുകൾക്ക് ഇതിപ്പോൾ ഇവന്മാരെ എന്തായി തുടങ്ങിയിട്ടിരിക്കണത്, ട്യൂഷൻ സെൻറ്റർ തന്നെ അല്ലേ. കാരണം എന്താ വെച്ചാൽ ഒരു ഹോട്ടൽ സെറ്റപ്പ്, നമ്മളെ മെത്തേഡൊക്കെ വരുന്നു. സീറ്റിംഗ് ഒക്കെ വേറെ സ്റ്റൈലായിരുന്നു. അതായത് നമ്മളെ ശരിക്കും മെത്തേഡ് നമ്മളൊരു കിനസ്തെറ്റിക് ലേണിംഗ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ തുടങ്ങുന്ന പേര് തന്നെ ഭയങ്കര രസമാണ്. നമ്മളെ സ്ഥാപനത്തിൻ്റെ ആദ്യത്തെ പേര് എഡ്യൂക്കെയർ ആയിരുന്നു. നമ്മൾ 2 കൊല്ലം നടത്തി. അത് മാറ്റി. കാരണം നമ്മൾ പറഞ്ഞ പോലെ മോട്ടിവേഷനൊക്കെ പോയി. കാരണം വിജയിച്ച ആളുകൾ സ്വന്തമായ ബ്രാൻഡിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. എഡ്യൂക്കെയർ വല്ലവൻ്റെ ബ്രാൻഡ്, അതുകൊണ്ട് എനിക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. സ്ഥാപനം തുടങ്ങുന്ന സമയത്തൊക്കെ ഇതിൻ്റെ പേര് ഒക്ടഗണാണ്. അത് അന്ന് ചിന്തിച്ചത് ഒക്ടഗൺ നല്ല പേര്. ഞാൻ ഈ പേരൊക്കെ ഉണ്ടാക്കുന്ന വ്യക്തി ഞാൻ.
അപ്പോൾ മറ്റയാൾ പോയിക്കാണല്ലോ, മറ്റയാൾ പടല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒക്ടഗൺ മതി. ഇവനാണെങ്കിൽ എൻ്റെ ഫ്രണ്ടുമാണ്, ഞാൻ എന്ത് പറഞ്ഞാലും ഇവൻ ഓക്കെയാണ്. അപ്പോൾ ഇവന് മുഴുവൻ വിശ്വാസം എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒക്ടഗണിൻ്റെ ഫീലേ മാറ്റി. ഒക്ടഗൺ എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ അഷ്ടഭുജം, എല്ലാ വശത്തുനിന്നും ഭാഗ്യം കൊണ്ടുവരുന്നതാണ് ഈ അഷ്ടഭുജം. അപ്പം നമ്മളെ സ്ഥാപനം എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു വാച്ച് അത് അഷ്ടഭുജമായിരിക്കണം, ടേബിൾ അഷ്ടഭുജമായിരിക്കണം. നമ്മുടെ മെത്തേഡ് എങ്ങനെയായിരുന്നു വെച്ചാൽ, ഇപ്പോൾ മാത്സ് പഠിക്കുന്നത് നമ്മൾ കിനസ്തെറ്റിക് ആണല്ലോ ഫോളോ ചെയ്യുന്നത്, ഇപ്പോൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം മാത്സ് ഫോർ എക്സാമ്പിൾ ഇന്ന് നമ്മളെ നോർമൽ ക്ലാസ്സിൽ നിന്നിട്ട് ഈ പ്രൊജക്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർ എന്ത് ചെയ്യുന്നു, നോർമലായിട്ട് ക്ലാസ് കേൾക്കുന്നു. ഈ ക്ലാസ് കേട്ട കുട്ടി പിറ്റേ ദിവസം മാത്സ് എന്ത് ചെയ്യുന്നു, എഴുതി പഠിക്കുന്നു. ഇതാണ് നമ്മുടെ ഒരു ഹോട്ടൽ സെറ്റപ്പുള്ള ഒരു ക്ലാസ് റൂം. അപ്പോൾ സീറ്റിംഗ് എന്താണ് വ്യത്യാസം? അതായത് നമ്മളൊരു റൗണ്ട് ഷേപ്പ് ടേബിളാണ്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ്, അത് ഫേസ് ടു ഫേസ് ലേണിംഗ് അല്ല, കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ടേബിളുകൾ എന്ത് ചെയ്യുന്നത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അധ്യാപകർ നേരെ നോക്കി നമ്മുടെ ക്ലാസ് റൂം സ്റ്റൈൽ അല്ല, അതുവരെ അധ്യാപകർ നടക്കണം, അങ്ങോട്ടും നടക്കണം. അതുവരെ ഈ ട്യൂഷൻ സെൻ്ററിൻ്റെ മേഖല എങ്ങനെയെന്ന് വെച്ചാൽ ഇവരൊക്കെ പല സെൻറ്ററുകളിൽ പോകുന്ന ആളുകൾ, ആരും സ്ഥിരമായിട്ട് സെൻറ്റർ ഒന്നല്ല. ഇപ്പം നമ്മൾ ഈ ഹവർ ബേസിന് വന്ന് വിളിക്കുന്ന ഇവന്മാരെ തലക്ക് വല്ല ഓളം എന്തെങ്കിലും ഉണ്ടോ? കാരണം നമ്മുടെ ക്ലാസ്സിൻ്റെ സെറ്റപ്പ് എന്താ ഇങ്ങനെ, ഇതൊന്നും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യണില്ല. പക്ഷെ നമ്മളാണെങ്കിൽ ഈ ട്യൂഷൻ സെൻറ്റർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയിട്ടാണ് ഇതിങ്ങനെ ചെയ്താലേ വർക്കാവുള്ളൂ തോന്നിയത്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു പതുക്കെ. പക്ഷേ ഈ എംപ്ലോയി മാനേജ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ എംപ്ലോയീസിനെ മാത്രമല്ല ടീച്ചേഴ്സിനെയും കൂടി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. കാരണം ഇവരൊന്നും മാനേജ് ചെയ്യാൻ നമുക്കറിയില്ല. കാരണം ഞാൻ എവിടെയാണ് ബിസിനസ് നോക്കേണ്ട, ഞാൻ കർട്ടൻ്റെ പുറകില്ല. ഞാൻ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആർക്കാ, എൻ്റെ പുറത്ത് നിൽക്കുന്ന എൻ്റെ പാർട്ട്ണർക്കാണ്. അയാൾ വന്നിട്ടാണ് ആരോട് പറയുന്നത്, ഇവരോട് പറയുന്നത്. അത് ഞാൻ നേരിട്ട് പറയേണ്ട ഒരു കാര്യം ഇവരോട് പറഞ്ഞ്, അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് വേറെ ഞാൻ ദേശത്തോടെ പറയുന്നത്, അവൻ അതിന് ദേശത്തോടെ ഈ പറയുന്നത് നിസ്സാരമാരി പറയേണ്ട കാര്യമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്ന രീതി എന്ത് ചെയ്യണം, മാറിപ്പോകണം. രണ്ടാമത്തെ കൊല്ലം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ കൊല്ലം നമുക്കൊന്ന് തെറ്റുകൾ എന്തൊക്കെ ഒന്നിരിക്കാം. ഓക്കെ, അതായത് ഈ കൊല്ലം നമുക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് സാമ്പത്തിക ബാധ്യതയൊന്നും പതുക്കെ ഇല്ല. പക്ഷെ ആ സമയത്താണ് എൻ്റെ കല്യാണം, ഇവൻ്റെ കല്യാണമൊക്കെ ആ സമയത്ത് വരുന്നത്. കല്യാണമായ സമയത്ത് എത്ര വയസ്സുണ്ട്? അപ്പോൾ 24 വയസ്സ്. അത്രേ ഉള്ളൂ. നമ്മളെ ഉപ്പാക്ക് എന്ന് വെച്ചാൽ ആ സമയത്ത് നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും അധ്യാപകരാണ്. പിന്നെ ഒരു വലിയൊരു സംരംഭം തുടങ്ങി. ഇത് ഇൻവെസ്റ്റ്മെന്റ് ആണ്, കട ആണെന്ന് ഇവർക്ക് അറിയില്ല, ആർക്കും അറിയില്ല. ഇപ്പം ഇവരെ കണ്ടില് 2 കൊല്ലം കൊണ്ട് സക്സസ് ആയ ഓണ്ടർപ്രണേഴ്സ് ആയിട്ട് ആരും മാറി, ഇവർ സംരംഭം തുടങ്ങി. അപ്പോൾ ഇവര് സംഭവം എന്തൊക്കെയാണ്. അപ്പോൾ വാപ്പാനെല്ലാവരും ഉപദേശിച്ചു, കെട്ടിക്കാം, ചെക്കൻ അടിപൊളിയാണ്, അവനെ കെട്ടിക്കാം. അങ്ങനെയാണ് കല്യാണം നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഈ സ്ട്രഗിളിൻ്റെ അടി കൂടിയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വൈഫ് അറിയുന്ന ആൾ തന്നെയായിരുന്നു, അപ്പോൾ നാട്ടിലുള്ള ആൾ തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ ഫാമിലിയൊക്കെ കൂടി ശരിയാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ സ്റ്റേജിലാണ് നിൽക്കുന്നത്, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇതാണ് എൻ്റെ ലക്ഷ്യം, ഇതിനെൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നമുക്ക് ലൈഫിലേക്ക് വരാം, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒഴിവാക്കാം. അപ്പോൾ അവൾ ഭയങ്കര കാരണം എന്നെ കണ്ട ഒരാളായിരുന്നു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്നും കൂടി സ്ട്രെങ്ത് കൂടി. കാരണം എല്ലാവരും ഇപ്പം നമ്മളെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വാപ്പിയമ്മി ആ സമയത്തൊക്കെ ഓക്കെ ആയി തുടങ്ങി. കാരണം അതുവരെ ചിലവിന് കൊടുക്കാതെ പോയത് നമ്മൾ പതുക്കെ നന്നാവുന്നുണ്ടല്ലോ, ചിലവിനും തരുന്നില്ല, പക്ഷെ നന്നാവുന്നുണ്ടെന്നൊരു തോന്നൽ വന്നു. അങ്ങനെ 2ാം വർഷം പകുതിയൊക്കെ ആയപ്പോൾ നമ്മളൊരു ബ്രേക്ക് ഈവൻ ലെവലിലേക്ക് എത്തി. വെരി ഗുഡ്. അപ്പോൾ ഞങ്ങൾ അത് നല്ല എക്സൈറ്റ് ചെയ്തു. കാരണം നമ്മൾ തുടങ്ങിയൊരു സംരംഭം, അത് ലോസിലെ സംഭവം ബ്രേക്ക് ഈവണിക്ക് എത്തിയില്ലേ. അപ്പോൾ കടങ്ങളൊക്കെ പതുക്കെ വീട്ടിയോ, ക്രെഡിറ്റ് കാർഡും അതൊക്കെ? അത് EMI പോകുന്നുണ്ട്. അത് EMI ആക്കി മെത്തേഡാക്കി വെച്ചേക്കുക. അതൊക്കെ അതിൻ്റെ കൂടുതൽ അത് മുഴുവൻ തീർക്കാനുള്ള പൈസ കിട്ടുന്നില്ല. കാരണം ബ്രേക്ക് ഈവനിലാണല്ലോ നിൽക്കുന്നത്. പിന്നെ സാലറി കൊടുക്കണം. സാലറി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ജോലി ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്ന മാതിരിയായിരുന്നു. ഫസ്റ്റത്തെ വർഷമൊക്കെ 3 സ്റ്റാഫിനും ആദ്യത്തെ 3 മാസങ്ങളിലൊക്കെ നമ്മൾ ഓൾറെഡി കടം വാങ്ങിയ പൈസ എടുത്തിട്ടാണ് വരെ ശമ്പളം കൊടുക്കുന്നത്. പക്ഷെ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ക്ലിയറാണ്. ഞങ്ങൾ അങ്ങനത്തെ കുറച്ച് കോർ വാല്യൂസ് ഉണ്ടാക്കി. ഒന്നാമത് ശമ്പളം കൊടുക്കണം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ആരെ കാലം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇവന്മാരെ ശമ്പളം 2 വർഷം എടുത്തു. 2 വർഷം, ഒരു 1.5 വർഷം അവിടെ നിന്ന് കേട്ടാണ്. 1.5 വർഷത്തെ ബ്രേക്ക് ഈവനിലായിട്ട് പതുക്കെ ഇങ്ങനെ ഓക്കെ ആയി പോയി. അപ്പം ലാഭമല്ല നഷ്ടമല്ല. പക്ഷേ ഞങ്ങൾ പൈസ എടുക്കുന്നില്ല. ഞങ്ങൾക്ക് ആ സമയം വരെ ശരിക്കും പറഞ്ഞ ഒരു സാലറി ഇല്ല. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ പതിയെ നമ്മുടെ പാർട്ട്നേഴ്സിനോടൊക്കെ പറഞ്ഞു, നമുക്ക് ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നുള്ള രൂപത്തിൽ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സാണ്, ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് കൂടിയാണ്. ഞങ്ങൾ ടൈമും വെൽത്തും ഒക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ചെറിയ എമൗണ്ട് നീക്കും എന്ത് ചെയ്യാം എടുക്കാമെന്നുള്ള രൂപത്തിൽ ക്ലാസ്സും എടുക്കാൻ തുടങ്ങി ഞങ്ങൾ. പക്ഷേ ഇതിലൊക്കെ ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾ ഗ്രാജുവലി പതുക്കെ കൂടാൻ വേണ്ടി തുടങ്ങി. അതായത് ആദ്യത്തെ വർഷം 140 ആയിരുന്നു, പിന്നെ പതിയെ അത് 150 അത് 200 എത്തി. 200 എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് ഈ 35 കുട്ടികളെ മാനേജ് ചെയ്യുന്ന പോലെ 200 കുട്ടികളെ. പക്ഷെ നമുക്ക് മനസ്സിലായി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഇത് വരുന്നത്. കാരണം ഞങ്ങൾ എഡ്യൂക്കെയർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ചെയ്ത അതേ എഫേർട്ട് തന്നെ ഇവിടെ എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ
ഈ ചെറിയ നമ്മുടെ സെൻ്ററൊക്കെ തുടങ്ങുന്ന സമയത്ത് ബിസിനസ് അറിയാത്ത പൊട്ടന്മാരാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇത് തുടങ്ങിയിട്ടുള്ളത്. ഇത് 2 വർഷം കൊണ്ട് പൂട്ടും. കാരണം ശരിക്കും അവർ പറഞ്ഞതാണ് ശരി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂഷൻ സെൻ്ററിന് എത്ര വരുമാനം കിട്ടുന്ന അവർക്ക് ഊഹിക്കാം. അവരൊരു 16 കൊല്ലമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത വേറെ ലൈഫായിരുന്നു. അവർ ചിന്തിച്ചിരുന്നത് ട്യൂഷൻ സെൻ്ററിൽ ഇപ്പോൾ എങ്ങനെയാണ് ഇത്ര രൂപ വരുമാനം കിട്ടണം. പക്ഷെ നമ്മൾ കണ്ടിരുന്നു നമ്മൾ 5 കൊല്ലം മുന്നോട്ട് പോയി. കാരണം നമ്മൾ ഇവിടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ഇതിനെ കാണിച്ച് നമ്മൾ അടുത്ത ഇൻവെസ്റ്ററെ കൺവിൻസ് ചെയ്ത് നമ്മൾ അടുത്ത സെൻറ്റർ വീണ്ടും തുടങ്ങുന്നു. അങ്ങനെയൊക്കെ പ്ലാനിങ് കുറച്ച് കൂടി പോയി ഞങ്ങളെ. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ കളിയാക്കിയ ആളുകളൊക്കെ ഞെട്ടിച്ചുകൊണ്ടെന്ന് വെച്ചാൽ 3ാമത്തെ വർഷം 800 കുട്ടികൾ നമ്മളവിടെ ജോയിൻ ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്തു. അതെ, പ്രോഫിറ്റബിൾ ആയി. ഒറ്റയടിക്ക് പ്രോഫിറ്റബിൾ ആയി. അതുവരെ നമ്മുടെ സെൻറ്ററിൽ 400 ആളുകൾ, നമ്മൾ ഒരു ഡ്രീം നമ്പർ പറഞ്ഞിരിക്കുന്നു ഈ 400 കുട്ടികൾ വരുന്നുള്ളത്. പക്ഷേ ഒറ്റയടിക്ക് 800 ആയി. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞു. അത് എത്രാം ക്ലാസ് തൊട്ട് എത്രാം ക്ലാസ് വരെയുള്ള കുട്ടികൾ? അത് ശരിക്കും 8, 9, 10 അതേ ഉള്ളൂ. 3 ക്ലാസ് ഉള്ളൂ. എന്തൊക്കെ സബ്ജക്ട്? ഈ 7 സബ്ജക്റ്റ് തന്നെ, കാര്യമായിട്ട് ഈ 7 സബ്ജക്റ്റിനെ പഠിപ്പിക്കുന്നത്. ഈ 3ാമത്തെ വർഷമാണ് ഇപ്പോൾ ഞാൻ സാറിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ 3ാം വർഷം ആയ സമയത്ത് നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മളൊരു പാരൻറ്റിനെ നിരാശപ്പെടുത്തരുത്. നമുക്ക് ഈ ടീച്ചർമാരോട് ബിഹേവ് ചെയ്യാനൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. കാരണം നമ്മളൊരു സെൻറ്ററിൽ പോയി വർക്ക് ചെയ്യുമ്പോഴേ അവിടുത്തെ ബിഹേവിയർ നമ്മൾ കാണും. നമ്മൾ സ്വന്തം സെൻറ്ററിൽ നടത്തുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് അത് തന്നെ ശരി. അപ്പോൾ നമ്മൾ ഈ ടീച്ചർമാരൊക്കെ ഇടപെടുന്ന രീതി ഇതായിരുന്നു. നമ്മളൊരു പാരൻറ്റ് വന്നാൽ അവരെ നിരാശപ്പെടുത്തരുത്. അവർ കാരണം നമ്മൾ എഡ്യൂക്കേറ്റ് തുടങ്ങിയ സമയത്ത് നമ്മൾ ഈ മക്കളെ പോലെ ഇവർ കണ്ടിരുന്നു. കാരണം 22 വയസ്സിലെ പിള്ളേരെ ഇവർ കാണുന്നത് മക്കൾ. എനിക്ക് 22, 23 അവന്, 1 വയസ്സ് മൂത്തതാണ് അവന്. അപ്പോൾ മക്കളെ പോലെയാണ് അവരും കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവരോട് പറയുമ്പോൾ നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജെൻസിയാണ്. നമുക്ക് വരുന്നത് നമ്മളെ തൊട്ട് മുന്നുള്ള ജനറേഷനാണ് സാർമാരായിട്ട് വരുന്നത്. അത് വേറെ പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ ഇവർ നമ്മളെക്കാളും എക്സ്പീരിയൻസ്ഡ് ആളുകളാണ്. പിന്നെ നമ്മൾ ഇവരോട് എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്താൽ പോരാ, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്ക് അത്രത്തോളം എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നമുക്ക് ഇവർ പഠിപ്പിക്കുന്ന മെത്തേഡ് ഇഷ്ടപ്പെടുന്നില്ല. അതായത് സിലബസ് ഓടിച്ച് തീർക്കുക എന്നുള്ളതല്ല നമ്മുടെ റൂട്ടീന്. റിസൾട്ട് വരണം. പിന്നെ അത് മാത്രമല്ല, ആ കുട്ടികളിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് നമ്മൾ ഉണ്ടാക്കണം. അവിടെ നമ്മൾ വിജയിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ കുട്ടികളെ വിളിച്ചിട്ട് നമ്മൾ ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് ഇരുന്ന് ചോദിക്കും. അപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം പറയും. അങ്ങനെ കുട്ടീൻ്റെ ഫാമിലിൻ്റെ അവൻ്റെ ഉപ്പാനൊക്കെ നമ്മൾ വിളിക്കും. അപ്പോൾ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പാർട്ട്ണറാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അദ്ദേഹം ഒരു മൂല്യരായതുകൊണ്ട് തന്നെ വരുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലുള്ള ഒരു ഏരിയയാണ് അത്. അപ്പോൾ ആളുകൾക്ക് ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ട് നമ്മളെ പാർട്ട്ണർ മാറി. അതെനിക്ക് നല്ല ഉപകാരമായി. കാരണം സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളതിൽ നിന്ന് ഒരു ഓൺട്രപ്രണർ ആകാൻ എനിക്കൊരു വളർച്ചയായി. കാരണം ഞാൻ ചിന്തിക്കുന്ന വഴിയിൽ എനിക്ക് പോകാൻ പറ്റി, അവൻ ചിന്തിക്കുന്ന വഴിയിൽ അവനും പോകാൻ പറ്റി. കാരണം അവനൊരു പ്രിൻസിപ്പൾ എന്നുള്ളത് അവനൊരു പാഷനാണ്. അതെ, 3ാമത്തെ വർഷം ഒരു ഓൺട്രപ്രണർ നിനക്ക് ഞാൻ ചിന്തിച്ച കാര്യം, ആർക്ക് എവിടെയാണോ സ്കില്ലുള്ളത് അയാളെ അവിടെ പ്ലേസ് ചെയ്യുക. ഞാൻ ചെയ്തിരുന്ന ഇത്രയും ദിവസം എൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രിൻസിപ്പളായി കൊണ്ടുവന്ന ആളെ കൊണ്ട് അക്കൗണ്ടൻറ്റും ആക്കി. അപ്പോൾ എന്താ പ്രശ്നം, അവൻ അക്കൗണ്ടൻറ്റ് ചെയ്യൂല, അക്കൗണ്ടൻറ്റ് നോക്കൂല, അല്ലെങ്കിൽ അക്കൗണ്ട്സ് നോക്കൂല, എന്നും നോക്കൂല, പ്രിൻസിപ്പളും ആവൂല. അപ്പോൾ ഇത്തരം മണ്ടത്തരങ്ങൾ ഇന്ന് ഈ 2 വർഷം നടത്തുന്നതാണ്. പക്ഷെ 3ാം വർഷം ഒന്ന് ഇരുന്നിട്ട് പഴയ ഡയറിയൊക്കെ ഒന്ന് പൊടി തപ്പി എടുത്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്ത് കാര്യം എഴുതി വെക്കും, എൻ്റെ ഡയറീസൊക്കെ എഴുതി വെക്കും. എന്ത് തീരുമാനം എടുത്താണെങ്കിൽ പോലും എഴുതി വെക്കും. ഈ ഡയറീസൊക്കെ ഒന്ന് ഇരുന്ന് വായിച്ചു നോക്കി. അപ്പം ഞാൻ ഓരോ സമയം എടുത്തെടുത്ത ഓരോ തീരുമാനങ്ങളാണ് എന്നിൽ. എന്നിട്ട് തീരുമാനിച്ചു. സാറിൻ്റെ പണ്ടൊരു ക്ലാസ്സിൽ വന്നിട്ടായിരുന്നു ഞാൻ. ആ ക്ലാസ്സിൽ സാറ് പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു, ലേൺ ആൻഡ് അൺലേൺ. ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോലുള്ള ഒരാൾക്ക് എൻ്റെ നാട്ടിൽ ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. അവിടെ ഇങ്ങനെ ഒരു ക്ലാസ്സോ കാര്യങ്ങളൊന്നുമില്ല. ഈ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മെൻറ്റർ ഇല്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. നമുക്ക് വരുന്ന തന്നെ നമ്മളെ മെൻറ്ററായി കാണുന്നത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന അധ്യാപകരാണ്. പക്ഷെ ഇവർ പഴഞ്ച ശൈലിയാണ് നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാൻ പഠിപ്പിക്കുന്ന ജെൻ ആൽഫ സ്റ്റുഡൻറ്റിനാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം ഞാൻ ആ വിഷയത്തിലാണ് കൂടുതൽ പഠിക്കുന്നത്. പക്ഷെ ഞാൻ ഉപദേശം ചോദിക്കുന്ന ആരോടാ, എൻ്റെ പ്രീവിയസ് ജനറേഷനോടാ. അപ്പോൾ ഇവർ പലപ്പോഴും പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇവർ പറഞ്ഞതാ ശരി, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമായിരിക്കും. എന്നിട്ട് പല ഐഡിയാസും ഇവർ പറഞ്ഞ പോലെ ചെയ്യും. പക്ഷെ അതൊക്കെ പാളിപ്പോയി. കാരണം ഞാൻ ചെയ്യുന്നത് ആരാണ്, ഈ പുതിയ ജനറേഷനാണ് പഴയ ജനറേഷനൊക്കെ വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മീഡിയേറ്ററാണ്. ഞാൻ മീഡിയേറ്ററാണ്. ഇദ്ദേഹം പറഞ്ഞെന്ന കാര്യങ്ങൾ നടത്തുന്ന ഒരാളായിട്ട് ഞാൻ മാറി. എൻ്റെ ഐഡിയാസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതായത് ഈ കുട്ടികൾ വന്നതിൻ്റെ എഫേർട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ഐഡിയാസും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഈ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത്? നിങ്ങളുടെ ടീച്ചിങ് മെത്തഡോളജി മാറ്റിയോ? എന്താണത്? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു അധ്യാപകനായി ചിന്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും കാണുന്നത് ഞാനൊരു കുട്ടിയായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇന്നിപ്പോൾ നമ്മൾക്ക് പണ്ട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് വരും, അവർ ക്ലാസ് എടുക്കും, പോകും, സിലബസ് തീർക്കും.
അതാണ് നമ്മുടെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നൊരു കാര്യം അതാണ്. കോമൺ ആയിട്ട് പറയില്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ ശരിക്കും സിലബസ് തീർക്കുക, A+ന് വേണ്ടി മത്സരിപ്പിക്കുക, ഇതാണ് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം എന്ന് പറയുന്നത്. എനിക്കതിനോട് പേഴ്സണലി യോജിപ്പില്ല, പക്ഷേ ഒരു ട്യൂഷൻ സെൻറ്റർ നടത്തുന്ന ആൾക്ക് അത് യോജിക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഞാൻ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്കൊരു ലക്ഷ്യബോധമല്ല, ലക്ഷ്യമുള്ളവനെ അവിടേക്ക് എത്തുള്ളൂ. അങ്ങനെ ഞാനെപ്പോഴും എൻ്റെ പണ്ടത്തെ മോട്ടിവേഷൻ സ്പീച്ചിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ഈ ലക്ഷ്യബോധം ഇല്ലാതെ പോയ ആളാണ് ഞാൻ. പക്ഷേ എൻ്റെ കുട്ടികളെങ്കിലും അത് ഉണ്ടാണെന്നുള്ളതായിരുന്നു എൻ്റെ. അപ്പം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റായിട്ട് ഞാനെപ്പോഴും എൻ്റെ കുട്ടികളെയും കാണുള്ളൂ. അതായത് അതിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്, പഠിക്കാത്ത കുട്ടികളുണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് കുട്ടിയുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ പേഴ്സണലി അറിയാൻ വേണ്ടി തുടങ്ങി. ഇപ്പം നമ്മുടെ ട്യൂഷൻ സെൻ്ററിലൊക്കെ ചെയ്യുന്നത് നമ്മുടെ വരുന്ന ഫാക്കൽറ്റീസിനൊക്കെ നമ്മൾ ഫിക്സ്ഡ് ഫാക്കൽറ്റീസ് ആക്കി. എന്നിട്ട് എല്ലാവർക്കും നമ്മുടെ ക്ലാസ് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുത്തു. ടീച്ചേഴ്സിനോട് നമ്മൾ പറഞ്ഞത് ഓരോ ക്ലാസ്സിലെയും ഓരോ കുട്ടിയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നമുക്ക് ചിലപ്പോൾ 800 കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾ 800 കുട്ടികളായെന്ന് വെച്ചിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കുട്ടി പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ കെയർ കിട്ടാത്തതുകൊണ്ട് പിന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ അതിരുന്ന് ഏറ്റവും ഫോക്കസ് ചെയ്തിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, തീരുമാനിച്ചു നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കുട്ടികളെയും ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ ഓരോ എൻ്റെ ടീം, അത് പറയാൻ വേണ്ടി മറന്നു പോയതാണ്, എൻ്റെ ഈ വർഷം ഞാൻ ഉണ്ടാക്കിയെടുത്ത ടീം ഏറ്റവും പെർഫെക്റ്റ് ടീമാണ്. എക്സലന്റ്. എത്ര പേരുണ്ട്? എനിക്ക് 15 പേരുണ്ട് ഇപ്പോൾ ഫാക്കൽറ്റീസ്. അതെ, ഈ 15 പേര് ശരിക്കും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഈ 3ാമത്തെ വർഷമാണ് ശരിക്കും പറഞ്ഞാൽ അതെൻ്റെ ഉള്ളിലൊരു വാശി വന്നത്. കാരണം ഞാൻ ഫെയിലായി പോയ ഒരുപാട് പാഠങ്ങൾ എനിക്ക് ഈ ജേർണിയിലുണ്ട്. ഒരു എംപ്ലോയി മാനേജ്മെൻ്റ് ഇല്ല, ഒരു കൃത്യമായ ഫൈനാൻഷ്യൽ പ്ലാൻ ഇല്ല, ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് തോന്നി നമ്മൾ ഒന്ന് ഡൗൺ ആകുമ്പോൾ ഇവരും ഡൗൺ ആകുമെന്ന് തോന്നൽ വന്നു. പക്ഷേ 3ാമത്തെ വർഷം നമ്മൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഞാൻ സന്തോഷത്തോടെ പറയാം, ഞാനില്ലെങ്കിലും എൻ്റെ ബിസിനസ് നടക്കും. വെരി ഗുഡ്. ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്ത അതാണ്. ഞാനിപ്പോൾ സന്തോഷത്തോടെ പറയാം, എൻ്റെ ഓരോ സ്ഥാപനത്തിലും ഓരോ സ്റ്റാഫും അവരിഷ്ടപ്പെട്ട പ്ലേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ ആ ജോലി സന്തോഷത്തോടെ എന്ത് ചെയ്യുന്നു. അവരെ ഹാപ്പി ആക്കാനുള്ള ഒരുപാട്. സ്ഥാപനത്തിന്റെ പേരെന്താണ് അപ്പോൾ? കെസ്പോ. അതെ, എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ആദ്യം ഇട്ട സമയത്തൊക്കെ എന്നെ ആളുകൾ കളിയാക്കുമായിരുന്നു. കാരണം സ്റ്റഡി സെൻറ്റർ, അതുപോലെ തന്നെ വിന്നേഴ്സ്, ഇപ്പം എന്താ പറയുക, അക്കാദമി, ഇങ്ങനെയൊക്കെയായിരുന്നു ട്യൂഷൻ സെൻറ്ററുകളുടെ പേര്. ആ സമയത്ത് ഞാൻ ഈ കെസ്പോ കൊണ്ട് വരുന്നത്. അപ്പോൾ ഈ കെസ്പോ ശരിക്കും പറഞ്ഞാൽ എന്തിനാ ഒരു പേരിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡിങ്ങിന് വേണ്ടി ഇട്ടതാണ്. ഓക്കെ, സ്വന്തമായൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, അതാണല്ലോ നമ്മൾ ആഗ്രഹം. അപ്പോൾ വിജയിച്ച ആളുകളൊക്കെ ബ്രാൻഡിൻ്റെ പേരിൽ അറിയപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ബ്രാൻഡ് കൊണ്ടുവരണം. പക്ഷെ പേര് വെക്കാൻ അതൊക്കെ ഭയങ്കര രസമുള്ളൊരു വിഷയമാണ്. കാരണം പേരിടുന്നത് ഭയങ്കര ടാസ്ക്കാണ്. സാറ് ആരോട് ചോദിച്ചാലും അറിയും, ഒരു ഓണ്ടർപ്രണർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഈ പേരിടാനുള്ളതാണ്. കാരണം പേര് ക്യാച്ച് ചെയ്യണം, ഇതെങ്ങനെ ചെയ്യുന്ന അറിയില്ല. അങ്ങനെ നമ്മൾ ആലോചിച്ചു, നമ്മളൊരു പ്ലാൻ എന്താണ്, നമ്മൾ കിനസ്തെറ്റിക് ലേണിംഗാണ് നമ്മളൊരു പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ അത് കിനസ്തെറ്റിക് ലേണിംഗ് ഒരു പേരിടാൻ പറ്റില്ലല്ലോ. പേരിടണമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ നമ്മൾ കുറച്ച് കോളേജ് പിള്ളേരൊക്കെ കൂട്ടി, അതിന് പേരിട്ട് തൊട്ടടുത്ത് തന്നെ കോളേജാണ്. അപ്പോൾ ആ പിള്ളേർ ഇങ്ങനെ സെലക്ട് ചെയ്ത അവസാനം അവരിങ്ങനെ നമ്മളൊരു പ്ലാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരു കാര്യം ചെയ്യും, നമ്മൾ ABCD അക്ഷരമാല പിടിക്കും, അതിൽ നിങ്ങൾക്ക് വായി തോന്നുന്ന എന്ത് പേരിട്ടോളി, അതിൽ പേര് ക്യാച്ച് ചെയ്യണം, എന്നാൽ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പേരായിരിക്കണം. അങ്ങനെ നമ്മൾ ഒരുപാട് പേര് ലിസ്റ്റ് ചെയ്തു, കുറേ ഇരുന്നു, ഒരുപാട് ദിവസത്തിന് വേണ്ടി നിന്നിട്ടുണ്ട്. അങ്ങനെയാണ് പെട്ടെന്നൊരു പേര് കെസ്പോ. അപ്പോൾ അത് എക്സ്പാൻഷൻ എങ്ങനെ വരും? നമ്മൾ കിനസ്തെറ്റിക് എഡ്യൂക്കേഷൻ സർവീസ് പ്രൊവൈഡിങ് ഓർഗനൈസേഷൻ, അങ്ങനെ അതുമായിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റിയുമായിട്ട് കണക്ട് ആയി നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് അത് കണക്ട് ആയി. അപ്പോൾ ഇന്ന് 800 സ്റ്റുഡൻസ് ഉണ്ട്, 15 അധ്യാപകരും ഉണ്ട്. താങ്കൾ ഫോക്കസ് ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്കാണ്. താങ്കളുടെ പാർട്ട്ണർ പ്രിൻസിപ്പൽ ആ ഇതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടിരിക്കുകയാണ്. മാജിദ്, ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവിയിൽ നമുക്കൊരുപാട്, നമ്മൾ ഇന്നത്തെ ജനറേഷൻ, ഇപ്പം ഞാൻ പറഞ്ഞു ജെൻസി, അത് കഴിഞ്ഞ് നമുക്കൊരു ജെൻ ആൽഫ വരുന്നു. ഈ ജെൻ ആൽഫ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു പുതിയൊരു ക്രിയേറ്റീവായ ഒരു ലേണിംഗ് ആപ്പ് ഒരുപാടുണ്ട്, ആപ്പ് ഇഷ്ടംപോലെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിന് ഡിഫറെൻ്റ് ആയ ഒരു ആപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ആപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ചധികം പ്ലാനുകളുണ്ട്. എനിക്ക് തോന്നുന്നു ആ സർപ്രൈസ് ഞാനിപ്പോൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ആ എക്സൈറ്റ്മെൻറ്റ് നഷ്ടപ്പെടും. ഓക്കെ, പക്ഷേ നല്ലൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. നമ്മളൊരു 5 വർഷത്തിൽ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യം ഇത് വളരാൻ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ? നമ്മൾ ഈ വർഷം ദുബായിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഓ, വെരി ഗുഡ്. ഞാൻ പറഞ്ഞു, നമ്മൾ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സൊക്കെ നമ്മളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്ത ആളുകളാണ്. അപ്പോൾ നമ്മളൊന്ന് സ്കെയിലപ്പിൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു പുതിയ പാർട്ട്ണറെ കൂടി
കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതോടെ നമ്മുടെ പഴയ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ സെറ്റിൽ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം. ഓക്കെ, പുതിയ ഇൻവെസ്റ്റർ വരികയാണ്. അതെ, പുതിയ ഇൻവെസ്റ്റർ വരികയാണ്. നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം നമ്മുടെ ബിസിനസ് ഒന്നും കൂടി. നമ്മൾ ദുബായിൽ നമുക്ക് ഒരാശ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ ഒരുപാട് കോൺക്ലേവുകൾക്ക് പോകും. കോൺക്ലേവ്, അതുപോലെ തന്നെ എന്തുണ്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയി എന്തുണ്ടെങ്കിൽ ഞാൻ പോകുന്ന ഒരാളായിരുന്നു. അതിനുവേണ്ടി ദുബായ് വരെ പോയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന നടക്കാണ് ഇതൊക്കെ പോയിരുന്നു. ജൈടെക്സിന് പോയിട്ടുണ്ട്. അങ്ങനെ ഈ പ്രോഗ്രാമിനൊക്കെ പെട്ടെന്ന് കണ്ടത് അവിടെ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു പെയിൻ ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അപ്പം ഞാനൊരു പെയിന് ഐഡൻറ്റിഫൈ ചെയ്തു, അതിന് സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഒരു പ്ലാൻ, കാരണം നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എഡ്യൂടൈൻമെൻറ്റ് എന്നുള്ള ഫീൽഡിലേക്ക് ആളുകൾ വരിക. എഡ്യൂടൈൻമെൻറ്റ് അതായത് കുട്ടികളെ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെ നമ്മൾ ഇപ്പം സിസ്റ്റം ഇതാണ് പഠിക്കുന്നത് വെച്ചാൽ നമ്മളെ പരമ്പരാഗത സിസ്റ്റത്തിലേക്ക് വരെ മാറ്റാൻ നോക്കുക. ഇപ്പം ഞാനൊരു ജെൻസിയാണ്, ജെൻസിയെ മാറുന്നില്ല, അപ്പോൾ പിന്നെ ആരും മാറില്ല, മാറില്ല. അപ്പോൾ അവരെ വൈബിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു വിജയം മേ ബി അതായിരിക്കാം. ജെൻസി ജെൻ ആൽഫയെ നല്ലപോലെ മനസ്സിലാക്കുന്നത് എന്നുള്ളതായിരിക്കും. ആ ജെൻസി ടോപ്പിക്ക് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളെപ്പോലുള്ള അതിന് മുമ്പുള്ള തലമുറ മുഴുവൻ ഈ ജെൻസിയെ ലക്ഷ്യബോധമില്ല, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ജെൻസിയായ താങ്കൾ ഇപ്പോൾ ആൽഫയെ മാനേജ് ചെയ്യുകയാണ്. എന്താണ് ജെൻസിക്കുള്ള കുഴപ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ ജെൻസി ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ആളുകളെ പോലെ ഒന്നല്ല. അവർക്ക് നല്ല സ്കില്ലുണ്ട്, പക്ഷെ അത് ഈ പരമ്പരാഗത രീതിയിൽ ചിന്തിക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നില്ല. ഈ തന്ത വൈബ് എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നത്. എക്സാക്ട്ലി. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തിനെ കൂടുതൽ ഇപ്പം ഇൻഫർമേഷൻസ് അവൈലബിളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് ഏത് ഫീൽഡ് എടുക്കണം, എൻ്റെ സ്കില്ല് ഏതാ എനിക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ചോദിക്കുന്ന ആരോടാ, ഏതോ ഒരുത്തനോടാണ് ഞാൻ ചോദിക്കുന്നത്. അവന് ഉത്തരം പറയുന്നതനുസരിച്ച് ഞാൻ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ജെൻസി അങ്ങനെയല്ല. ജെൻസിക്ക് ഇന്ന് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് എല്ലാം അതുവരെ വിരൽ തുമ്പിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് എന്താണോ അവർക്ക് അവരെ തന്നെ അനലൈസ് ചെയ്യാം. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് ചാറ്റ് ജിപിടിയോ ജെമിനൈ ക്ലൗഡോ എന്ത് ഉപയോഗിച്ചും അവർക്ക് അവരെ തന്നെ അനലൈസ് ചെയ്യാം. അവർ ശരിക്കും ഈ ലക്ഷ്യബോധം എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ എനിക്കൊക്കെ ഇല്ലാതെ പോയതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾക്ക് അതുണ്ട്. അത് ക്ലിക്കായി കഴിഞ്ഞാൽ ജെൻസിനെ പിടിച്ചാൽ കിട്ടൂല. അതില്ലാത്തതാണ് അവരുടെ പ്രശ്നം. അതെ, ബാക്കി എല്ലാവർക്കും ഉണ്ട്. അത് വരുമ്പോഴാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അതെ, താങ്കൾ ചെയ്ത പോലെ തന്നെ. അതെ, അതിലേക്ക് ഇൻവോൾവ് ആവുന്നത് സത്യമാണ്. എനിക്കും തോന്നിയ അതേ അഭിപ്രായമാണ് താങ്കൾ പറഞ്ഞത്. ജെൻസി നമ്മുടെ കണ്ട ഏറ്റവും നല്ല തലമുറയാണെന്നാണ് ഞാൻ എൻ്റെ സെഷൻസിൽ പറയാറ്, കൺക്ലൂഡ് ചെയ്യാറ്. പക്ഷെ അതിൽ ലക്ഷ്യബോധം എന്ന് പറഞ്ഞൊരു സാധനം അവർക്ക് വന്നാൽ, അവർക്ക് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞാൽ അവരെ പിടിച്ചാൽ കിട്ടില്ല. കാരണം അവർക്ക് എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനോട്ടും അവർ നമ്മളെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, എൻ്റെ വാപ്പയൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ ഇന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ ചർച്ചകൾ എന്താണ് അതറിയോ ഇതറിയോ. നമ്മളൊരു ബന്ധമില്ലാത്ത മേഖലയിൽ കൊണ്ടുപോയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ എൻ്റെ സ്ഥാപനത്തിലെ പാരൻസിനോട് തന്നെ പറയും, നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതായത് പണ്ട് ഞങ്ങളൊക്കെ പശുക്കളെ നോക്കിയിരുന്നു, നിങ്ങളും പശുക്കളെ നോക്കണം. പണ്ട് ഞങ്ങളൊക്കെ ചെരുപ്പില്ലാതെയാണ് സ്കൂളിൽ പോയിട്ടുണ്ടാകുന്നത്, നിങ്ങളും. അത് നടക്കാത്തൊരു കാര്യമാണ്. നമ്മൾ അവരെ വെളിച്ചത്തിന്റെ മറ്റേ സ്ട്രീറ്റ് ലൈറ്റിന്റെ അതെ 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 അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്തിനാണ് അവർ അത് പറയുന്നത്? നമുക്ക് നല്ല കാര്യങ്ങളെ കുറിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മളെ പാരൻസ് എന്താ വെച്ചാൽ നമ്മൾ പണ്ട് അങ്ങനെയായിരുന്നു, നമ്മൾ കഷ്ടപ്പെട്ടാ വന്നത്. അതെ, നിങ്ങളും കഷ്ടപ്പെടണം. ഇപ്പം എന്നോട് എൻ്റെ ഉപ്പ പറഞ്ഞൊരു ഇതായിരുന്നു, ചെറുപ്പത്തിലൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനെ കണ്ടുപടി, അവന് വീട്ടിലത്തെ കൃഷി നോക്കും, കാര്യങ്ങൾ നോക്കും. അപ്പം ഞാൻ ചോദിച്ചു, 5 സെൻറ്റ് സ്ഥലമാണ് നമുക്കുള്ളത്, ഇതിൽ ഞാൻ ഏത് കൃഷിയാണ് നോക്കുക? അപ്പോൾ ഇവർക്ക് ഞാൻ കൃഷി നോക്കണതല്ല, അവൻ്റെ പോലെ ആകണം. അപ്പം അതല്ല ജെൻസി. ജെൻസി ശരിക്കും പറഞ്ഞാൽ ഇന്ന് ജെൻസിക്ക് വളരാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. തീർച്ചയായിട്ടും അവർ ഗ്ലോബലി കണക്റ്റഡാണ്, എല്ലാത്തിനോടും കണക്റ്റഡാണ്. ഇപ്പോൾ ഈ പറഞ്ഞ് എന്ത് പുതിയ സംരംഭം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് വളർത്താൻ ഇന്ന് ജെൻസിക്ക് കഴിയും. പക്ഷെ ജെൻസിൻ്റെ എന്താ വെച്ചാൽ ജെൻസിൻ്റെ ദിശ മാറിപ്പോവുക. അവർ റീച്ചിലേക്ക് നല്ല റീച്ചും മോശം റീച്ചും ഉണ്ട്. ഈ മോശം റീച്ചിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇവരെ ദിശ മാറുന്നത്. അതാ പറഞ്ഞ് അവർ കറക്റ്റ് ഒരു വിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ ട്രാക്കിലേ പോകുള്ളൂ. അവരൊന്ന് ഹാൻഡ് ഹോൾഡ് ചെയ്തൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതെ, ഒരു നല്ലൊരു മെൻറ്റർ ഉണ്ടായി കഴിഞ്ഞാൽ. ഇപ്പം നമ്മളെപ്പോഴും പറയും, നമ്മുടെ സ്ഥാപനത്തിൽ എപ്പോഴും നമ്മുടെ ടീച്ചേഴ്സിനോടാണ് നിങ്ങൾ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും നമ്മുടെ ടീച്ചേഴ്സ് ഇങ്ങനെ പഠിപ്പിച്ച് ഇങ്ങനെ തന്നെ അതല്ല, നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണോ അത് പറഞ്ഞു കൊടുക്കുക. അത് പറയുമ്പോൾ അവർക്കൊരു ട്രാക്ക് വരും. ഇവിടുന്ന് ഇപ്പം ഞാൻ എൻ്റെ കുട്ടിയോട് അതാ പറച്ചില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ട്യൂഷൻ സെൻറ്റർ ഞാൻ ശരിക്കും എൻ്റെ അക്കൗണ്ട്സ് മേഖലയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതുമൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചെങ്കിൽ നമ്മൾ കത്തിക്കയറിയിരുന്നു. കാരണം അത്ര ഐഡിയാസ് നമുക്ക് ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷേ ദൈവം പറഞ്ഞ പോലെ ഒരു സമയം, ഒന്നിനും ഓരോ സമയമുണ്ടെന്ന് പറഞ്ഞ പോലെ ഈ 18 വയസ്സിൽ തന്നെ ഈ നമ്മുടെ കുട്ടികൾക്ക് ഒരു റൈറ്റായുള്ള വഴി നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ വിജയം. അതെ, ശരി. അന്ന്
കുറേ നാളായിട്ട് പൈസ എടുക്കാത്ത നിങ്ങൾ ഇപ്പോൾ വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതെ, രണ്ടുപേരും ഹാപ്പിയാണ്. രണ്ടുപേരും ഹാപ്പി. വളർച്ചയുടെ പാതയിലാണ്. നിങ്ങൾ കേട്ട ഒരു ജെൻസി മാജിദ് 26 വയസ്സുകാരനാണ്. അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ അധ്യാപക വേഷമിട്ട് പൊടിമീശക്കാരൻ ഒന്ന് കറുപ്പിച്ച് ഇറങ്ങിയതാണ്. കൂട്ടത്തിന് 1 വയസ്സ് മൂത്ത ഒരു പാർട്ട്ണറും അദ്ദേഹത്തിന് താടിയുണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ നിർത്തി സംരംഭം തുടങ്ങിയ ആളാണ്. പക്ഷേ ജെൻസിയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർക്കൊരു ലക്ഷ്യബോധം ഉണ്ടായാൽ ഒരു ഫയർ ബ്രാൻഡാവും. മാജിദിനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു കാണും. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അദ്ദേഹത്തിന് ഒരാശയമുണ്ട്. നമ്മളിനി പഠിക്കേണ്ടത് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന തലമുറ നമ്മൾ ജെൻ എക്സും ജെൻ വൈയും ആണെന്ന് മാർക്കറ്റിൽ കൂടുതലായിട്ടുള്ളത്, തൊഴിൽ ചെയ്യുന്നവരിൽ അധികവും. അവരാണ് ഈ പുതിയ തലമുറ ജെൻസിയെയും ആൽഫ കിഡ്സിനെയും വഴികാട്ടാനാവുന്നത്. അവിടെ പ്രശ്നങ്ങളുണ്ട്. ജെൻ എക്സും ജെൻ വൈയും ഇതിന് മുന്നേ ഉള്ള തലമുറ ഒരേ അച്ചിൽ വാർത്തവരാണ്. എന്നാൽ ജെൻസിയും ആൽഫയും ഒരേ അച്ചിൽ വരെ. ജനറേഷൻ ഗ്യാപ്പ് തമാശയല്ല, ഇത് ശരിക്കുള്ള ഗ്യാപ്പ് തന്നെയാണ്. ഇവരെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ വലിയൊരു ഫ്രിക്ഷൻ തന്നെ നമ്മുടെ കുടുംബത്തിലും സ്ഥാപനങ്ങളിലും ഉണ്ടാവും. ഇനി ഇവരെയാണ് നമ്മൾ തൊഴിലിനെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിലൊരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുത്താൽ അവർ നമ്മളെക്കാളും ഫാസ്റ്റാണ്, അവർ പെട്ടെന്ന് പ്രൊആക്റ്റീവാണ്. ജെൻസികൾ ബിസിനസ് തുടങ്ങിയാൽ അത് വിജയിക്കും എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് മാജിദ്. അവർക്ക് ലക്ഷ്യബോധമുണ്ടായാൽ അവരെവിടെ വരെ വേണമെങ്കിൽ പോകും. സമൂഹത്തിലെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് മാജിദിൻ്റെ കയ്യിലുള്ളത്, ടീച്ചിങ്. ആ ടീച്ചിങ്ങിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈല്, ജെൻസികളുടേതായ ഒരു സ്റ്റൈല് കൊണ്ടുവന്ന് ഒരു എൻ്റർടൈൻമെൻറ്റും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പഠനശൈലി അല്ലെങ്കിൽ ആ രീതി അദ്ദേഹം വിജയിപ്പിച്ചെടുത്തു. നമുക്കും വേണം ഇത്തരം സംരംഭകർ. ജെൻസികളൊക്കെ ഇറങ്ങണം സംരംഭത്തിലേക്ക്. എന്നാൽ എന്തിലോട്ടെങ്കിലും ഇറങ്ങുകയല്ല, ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് ഇറങ്ങി അതിൽ മാത്രം ഫോക്കസ് ചെയ്ത്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് 2 വർഷത്തോളം 5 പൈസ വരുമാനമില്ലാതെ ഇവർ കൂടെ ജോലി ചെയ്ത് സാലറി കൊടുത്തു. പലപ്പോഴും നമ്മൾ സംരംഭത്തിലോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ പണം ഉണ്ടാക്കാനാണ് ഇറങ്ങുന്നതെങ്കിൽ ഇല്ല, സമൂഹത്തിലൊരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ അത് സോൾവ് ചെയ്യാൻ ഇറങ്ങിയാൽ പണം പതുക്കെ നമ്മുടെ പുറകെ വരും. മാജിദ് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. താങ്കൾ എൻ്റെ ഈഗിളിൽ വന്ന് താങ്കളുടെ ഗോള് എഴുതി വയ്ക്കുമ്പോൾ തന്നെ എനിക്ക് താങ്കളുടെ ആ കണ്ണുകളിലെ സ്പാർക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഹോട്ട് സീറ്റിൽ വിളിച്ചത്. ഇനിയും ലക്ഷ്യങ്ങളിൽ എത്തിയിട്ട് വേണമെങ്കിൽ ഇവിടെ ഇരുത്താമായിരുന്നു. പക്ഷേ എനിക്ക് സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കാനുണ്ടായിരുന്നു. താങ്കളെപ്പോലുള്ള 26 വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെ സംരംഭം തുടങ്ങി ആ വിജയത്തിൻ്റെ പാതയിലാണെന്ന് സമൂഹം തിരിച്ചറിയണം. എൻ്റെ പോലുള്ള തലമുറകൾ തിരിച്ചറിയണം. മക്കൾ ശരിയായ ദിശയിലേക്ക് തിരിച്ചു വിട്ടാൽ അവർ വളരും. അവർ പറയുന്നതെല്ലാം തെറ്റല്ല എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ ഒരു ലോകത്തായിരിക്കണം നമ്മളിനി ജീവിക്കേണ്ടത്. ജെൻസിയെയും ആൽഫയും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്പാർക്കുള്ള ഈ കഥ പറഞ്ഞതിൽ ഞാൻ എൻ്റെ പേരിലും അതുകൊണ്ട് എല്ലാ യുവ തലമുറകളും ഞങ്ങൾ ജെൻ എക്സും ജെൻ വൈയും ജെൻസിയുടെ പേരിൽ താങ്കൾക്ക് എല്ലാ ആശംസകളും. താങ്കളുടെ സംരംഭം ഇനിയും വളരട്ടെ. താങ്കളുടെ പാർട്ട്ണറോട് ആശംസകൾ അറിയിക്കുക. ഇനിയും വലുതായി ഇതേ വേദിയിൽ ഇനിയും ഒരു സ്പാർക്കുള്ള കഥ പറയാൻ ഇരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.